നമസ്കാരം എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും ഒരിക്കൽ കൂടി രാവിലെയിലേക്ക് സ്വാഗതം. അങ്ങനെ ഈ ദിവസത്തെ പ്രധാനപ്പെട്ട വാർത്തകളിലേക്ക് നമ്മൾ പോവുകയാണ്. ഇന്ന് കേന്ദ്ര മന്ത്രിസഭാ യോഗം ചേരുന്നുണ്ട്. നിർണായക മന്ത്രിസഭാ യോഗമാണ്. കാരണം ഓപ്പറേഷൻ സിന്ദൂറുമായി ബന്ധപ്പെട്ട് സർക്കാർ എന്തൊക്കെ നടപടികൾ എടുത്തിട്ടുണ്ട്, അത് പ്രതിരോധ മന്ത്രാലയവും വിദേശകാര്യ മന്ത്രാലയവുമാണ് പ്രധാനപ്പെട്ട തീരുമാനങ്ങളൊക്കെ സ്വീകരിച്ചിട്ടുള്ളത്. അത് സഖ്യകക്ഷികളെ കൂടി അറിയിക്കേണ്ടതുണ്ട്. അങ്ങനെ നിർണായകമായ ഒരു കേന്ദ്ര മന്ത്രിസഭാ യോഗം ഇന്ന് ഡൽഹിയിൽ ചേരുന്നുണ്ട്. ഒപ്പം പാകിസ്ഥാന്റെ ഭാഗത്തു നിന്ന് ഒരു തിരിച്ചടി അല്ലെങ്കിൽ തുടർ നടപടി ഉണ്ടായിരിക്കുന്നു. ഇന്നലെ ഇന്ത്യ പാകിസ്ഥാന്റെ ഒരു ഉയർന്ന ഉദ്യോഗസ്ഥനെ പുറത്താക്കിയിരിക്കുന്നു. സമാനമായ രീതിയിൽ അങ്ങനെ ഒരു തീരുമാനം പാകിസ്ഥാന്റെ ഭാഗത്തു നിന്ന് വന്നിരിക്കുന്നു. കാനഡയിൽ മാക് കാർണി മന്ത്രിസഭ പുനഃസംഘടിപ്പിച്ചപ്പോൾ അതിൽ ഇന്ത്യൻ വംശജയായ അനിത ആനന്ദ്, നിലവിലവർ മന്ത്രിസഭയിൽ ഇല്ലെങ്കിൽ പോലും ഈ വിദേശ കാര്യ വകുപ്പുമായി ബന്ധപ്പെട്ടാണ് പ്രവർത്തിച്ചുകൊണ്ടിരുന്നത്. അനിത ആനന്ദ് പുതിയ വിദേശകാര്യമന്ത്രിയായി തെരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്നു. പ്രധാനമന്ത്രി സ്ഥാനത്തേക്ക് അടക്കം പരിഗണിക്കപ്പെട്ടിരുന്ന പേരുകളിലൊന്നാണ് അനിതയുടേത്. അപ്പോൾ അങ്ങനെ വാർത്തകൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. നമുക്ക് ആദ്യം തലക്കെട്ടുകൾ നോക്കാം. ഓപ്പറേഷൻ സിന്ദൂറിന് ശേഷമുള്ള ആദ്യ കേന്ദ്രമന്ത്രിസഭാ യോഗം ഇന്ന്. വെടിനിർത്തലിന് ശേഷമുള്ള സാഹചര്യം ചർച്ച ചെയ്യും. പാക് നയതന്ത്ര പ്രതിനിധിയെ ഇന്ത്യ പുറത്താക്കിയതിന് പിന്നാലെ ഇന്ത്യൻ ഉദ്യോഗസ്ഥനെ പുറത്താക്കി പാകിസ്ഥാനും. വിദേശകാര്യമന്ത്രി എസ് ജയശങ്കറിന്റെ സുരക്ഷ കൂട്ടി. വിമാന സർവീസുകൾ ഇന്നു മുതൽ സാധാരണ നിലയിലേക്ക്. ബി.ആർ. ഗവായ് രാജ്യത്തിന്റെ പുതിയ ചീഫ് ജസ്റ്റിസ്. സത്യപ്രതിജ്ഞ ഇന്ന് രാവിലെ 11-ന് രാഷ്ട്രപതി ഭവനിൽ. രാജ്യത്തിന്റെ പരമോന്നത ന്യായാധിപനാവുന്നത് നിരവധി സുപ്രധാന കേസുകളിൽ തീർപ്പ് കൽപ്പിച്ച ജഡ്ജി. തിരുവനന്തപുരത്ത് ജൂനിയർ അഭിഭാഷകയെ മർദ്ദിച്ച അഭിഭാഷകൻ ബെയ്ലിൻ ദാസ് ഒളിവിൽ. ഇന്നലെ വൈകിട്ട് അഡ്വക്കേറ്റ് ഷാമിലിയെ കരണത്തടിച്ചത് തർക്കത്തിനൊടുവിൽ ബെയ്ലിൻ ദാസിനെ സസ്പെൻഡ് ചെയ്ത ബാർ അസോസിയേഷൻ. തിരുവനന്തപുരത്ത് കോസ്മെറ്റിക് ആശുപത്രിക്കെതിരെ നേരത്തെയും പരാതികൾ. 4 വർഷം മുൻപ് കൊഴുപ്പ് നീക്കാൻ ശസ്ത്രക്രിയയ്ക്ക് വിധേയനായ കൊട്ടാരക്കര സ്വദേശി മരിച്ചതിൽ പരാതിയുമായി ബന്ധുക്കൾ. നടപടി ആവശ്യപ്പെട്ട് മുഖ്യമന്ത്രിയെ സമീപിക്കാനും കുടുംബത്തിന്റെ തീരുമാനം. സംസ്ഥാനത്ത് മഴ തുടരും. 7 ജില്ലകളിൽ ഇന്ന് യെല്ലോ അലർട്ട്. കാനഡയിൽ മാക് കാർണി മന്ത്രിസഭ പുനഃസംഘടന പൂർത്തിയായി. ഇന്ത്യൻ വംശജ അനിത ആനന്ദ് വിദേശകാര്യമന്ത്രി. 28 ക്യാബിനറ്റ് മന്ത്രിമാരിൽ 24 പേരും പുതുമുഖങ്ങൾ. പ്രധാനമന്ത്രിയുടെ അധ്യക്ഷതയിൽ ഇന്ന് കേന്ദ്ര മന്ത്രിസഭയുടെ സുരക്ഷാകാര്യ സമിതി യോഗം ചേരും. രാവിലെ 11 മണിക്കാണ് യോഗം. ഇന്ത്യ പാകിസ്ഥാൻ വെടിനിർത്തലിന് ശേഷമുള്ള കാര്യങ്ങൾ ചർച്ചയാകും. പാക് ഹൈക്കമ്മീഷനിലെ ഉദ്യോഗസ്ഥനോട് 24 മണിക്കൂറിനകം രാജ്യം വിടണമെന്ന് ഇന്ത്യ ഇന്നലെ നിർദ്ദേശം നൽകിയിരുന്നു. നയതന്ത്ര ഉദ്യോഗസ്ഥന് ചേരാത്ത തരത്തിലുള്ള പെരുമാറ്റത്തിന്റെ പേരിലായിരുന്നു അങ്ങനെ ഒരു നടപടി. രാജ്യത്തെ വ്യോമ ഗതാഗതം ഏതാണ്ട് സാധാരണ നിലയിലേക്ക് ആവുകയാണ്. MG മിഥുൻ വിവരങ്ങളുമായി. മിഥുൻ, പ്രധാനപ്പെട്ട 2 കാര്യങ്ങൾ. ഒന്ന്, നയതന്ത്ര തലത്തിലുണ്ടാവുന്ന നടപടികൾ. പാകിസ്ഥാന്റെ പ്രതിനിധിയെ ഇന്നലെ ഇന്ത്യ പുറത്താക്കി. ഇന്നിപ്പോൾ ഇതാ ഇന്ത്യൻ പ്രതിനിധിയെ പാകിസ്ഥാൻ പുറത്താക്കിയെന്ന വാർത്ത വരുന്നുണ്ട്. നയതന്ത്ര തലത്തിൽ നടക്കുന്ന അത്തരം കാര്യങ്ങൾ. മറ്റൊന്ന്, സുരക്ഷാകാര്യ സമിതിയുടെ യോഗമാണ്. വളരെ പ്രധാനപ്പെട്ട ഒരു യോഗം. ഇതുവരെ സ്വീകരിച്ച നടപടികളൊപ്പം ഇനി മുന്നോട്ട് പോകുമ്പോൾ പാകിസ്ഥാന്റെ ഭാഗത്തുനിന്ന് പ്രകോപനങ്ങൾ ഉണ്ടായാൽ എങ്ങനെ വേണം, ഒരു താൽക്കാലിക ധാരണ മാത്രമാണെന്ന് ഇന്ത്യ എപ്പോഴും പറഞ്ഞുകൊണ്ടേയിരിക്കുന്നുണ്ടല്ലോ. എന്തൊക്കെയാണ് ഇന്ന് നടക്കാനുള്ളത്? ശ്രീജ, ഇന്ന് പ്രധാനപ്പെട്ട വളരെ നിർണായകമായിട്ടുള്ള മന്ത്രിസഭാ യോഗമാണ് ചേരുന്നത്. 11 മണിക്കാണ് പ്രധാനമന്ത്രിയുടെ അധ്യക്ഷതയിൽ കേന്ദ്ര ക്യാബിനറ്റ് യോഗം ചേരുന്നത്. അത് നമുക്കറിയാം, ഈ വെടിനിർത്തൽ ധാരണ വന്നതിന് ശേഷം ഇതാദ്യമായാണ് ഇത്തരത്തിൽ പൂർണ്ണമായും ഉള്ള മന്ത്രിസഭാ യോഗം ചേരുകയും ചെയ്യുന്നത്. അതിൽ ഇതിനുശേഷം സ്വീകരിച്ചിട്ടുള്ള നടപടികൾ, ഒപ്പം തന്നെ മറ്റ് വിശദാംശങ്ങളൊക്കെ തന്നെ ഘടകകക്ഷികളെ ഉൾപ്പെടെയുള്ളവരെ അറിയിക്കുന്നതിന് വേണ്ടിയുള്ള നടപടികൾ സ്വീകരിക്കുകയും ചെയ്യും. ഒപ്പം തന്നെ ഇനി എങ്ങനെയാണ് മുന്നോട്ട് പോകേണ്ടത്, കാരണം സ്വാഭാവികമായും ഇന്ത്യ നിലപാട് പലകുറി അറിയിച്ചിട്ടുണ്ട്.
പ്രധാനമന്ത്രി നരേന്ദ്രമോദി തന്നെ രാജ്യത്തെ അഭിസംബോധന ചെയ്തുകൊണ്ട് നിലപാട് വ്യക്തമാക്കുകയും ചെയ്തതാണ്. ഇക്കാര്യങ്ങളിൽ ഒരു വ്യക്തത വരുത്തുകയും ചെയ്യും. ഒപ്പം തന്നെ പഹൽഗാം ഭീകരാക്രമണവുമായി ബന്ധപ്പെട്ട് TRF-നെ ഭീകര സംഘടനയായി പ്രഖ്യാപിക്കുന്നതിന് വേണ്ടി അടുത്ത ആഴ്ച അതായത് UN-ന്റെ സുരക്ഷാ സമിതിയെ സമീപിക്കാൻ ഇന്ത്യ നീക്കം നടത്തുന്നുണ്ട്. അതിൽ കൃത്യമായി തെളിവുകളടക്കം നൽകിക്കൊണ്ട് ഈ TRF-നെ ഭീകര സംഘടനയായി പ്രഖ്യാപിക്കണമെന്നുള്ള ആവശ്യം മുന്നോട്ട് വെക്കും. അക്കാര്യത്തിലും ഇന്ന് കേന്ദ്ര മന്ത്രിസഭാ യോഗം തീരുമാനമെടുക്കുമെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇതിനുശേഷം സുരക്ഷാ കാര്യങ്ങൾക്കുള്ള ക്യാബിനറ്റ് സമിതി യോഗവും ചേരുന്നുണ്ട്. ഇത് 3-ാം തവണയാണ് സുരക്ഷാ കാര്യങ്ങൾക്കായിട്ടുള്ള സമിതി യോഗം ചേരുന്നത്. ഇതിനിടയിൽ തന്നെ അതിൽ കൃത്യമായ രീതിയിൽ ഈ സൈന്യത്തെ പിൻവലിക്കുന്ന, അതായത് നേരത്തെ തന്നെ DGMO തലത്തിൽ ചില ധാരണകൾ ഉണ്ടായിരുന്നു, സൈന്യത്തെ കുറയ്ക്കാമെന്നുള്ള തരത്തിലേക്ക് കാര്യങ്ങൾ പോവുകയും ചെയ്യുന്നു. പക്ഷേ പിന്നീട് വീണ്ടും പാകിസ്ഥാന്റെ ഭാഗത്തുനിന്ന് ചെറിയ രീതിയിൽ പലയിടങ്ങളിലും ഡ്രോണിന്റെ ഒരു സാന്നിധ്യം റിപ്പോർട്ട് ചെയ്യുകയും ചെയ്ത പശ്ചാത്തലത്തിൽ അത് കൂടി പരിഗണിച്ചുകൊണ്ട് ഇനി എങ്ങനെ തീരുമാനമെടുക്കണം, അതിൽ ഏതെങ്കിലും തരത്തിൽ മുന്നോട്ട് പോകണോ എന്നടക്കമുള്ള കാര്യങ്ങൾ ഈ സുരക്ഷാ സമിതിയാണ് തീരുമാനം കൈക്കൊള്ളുക. ഒപ്പം തന്നെ ഇനി 48 മണിക്കൂറിന് ശേഷം വീണ്ടും DGMO തലത്തിൽ അടുത്ത ഒരു ചർച്ച കൂടി നടത്താനുള്ളൊരു വഴി ഒരുങ്ങുന്നുണ്ട്. അതിൽ ഏതൊക്കെ തരത്തിൽ നടപടികൾ സ്വീകരിക്കണം, പാകിസ്ഥാന് മുന്നിലേക്ക് എന്തൊക്കെ കാര്യങ്ങൾ മുന്നോട്ട് വെക്കണം തുടങ്ങിയ കാര്യങ്ങൾ ഇന്ത്യ ചർച്ച ചെയ്യുകയും ചെയ്യും. അതിനോടൊപ്പം തന്നെയാണ് നയതന്ത്ര തലത്തിലുള്ള നടപടികൾ. അത് ഇന്ത്യ തുടക്കം മുതൽ തന്നെ സ്വീകരിച്ചു വരികയാണ് ചെയ്തത്. അതിൽ കൃത്യമായ രീതിയിൽ പാകിസ്ഥാന് വലിയ തിരിച്ചടി ഉണ്ടാകുന്ന തരത്തിലായിരുന്നു ഇന്ത്യയുടെ നയതന്ത്ര ഇടപെടലുകൾ ഉണ്ടാവുകയും ചെയ്ത് അതിൽ നിന്ന് പിന്നോട്ട് പോകണമെന്നടക്കമുള്ള കാര്യങ്ങൾ സ്വാഭാവികമായും പാകിസ്ഥാന്റെ ഭാഗത്തുനിന്ന് ഉയർന്നു വരാനുള്ള സാഹചര്യമുണ്ട്. അതിൽ ഏത് തരത്തിൽ ഇനി മുന്നോട്ട് പോകണം തുടങ്ങിയ കാര്യങ്ങളും ഇന്നത്തെ യോഗത്തിൽ ചർച്ച ചെയ്യും. അതിനിടെയാണ് പാകിസ്ഥാനിലെ ഹൈക്കമ്മീഷൻ ഓഫീസിൽ നിന്ന് ഇന്ത്യൻ പ്രതിനിധി ഇപ്പോൾ പുറത്താക്കിയിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം ഇന്ത്യ സമാനമായ രീതിയിൽ നടപടി സ്വീകരിച്ചിരുന്നു. അതായത് പഞ്ചാബിൽ നിന്ന് 2 പേര് രാജ്യസുരക്ഷതയിൽ തന്നെ ഭീഷണിയാവുന്ന തരത്തിൽ അല്ലെങ്കിൽ രാജ്യത്തെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ അത് ചോർത്തി നൽകുന്നു, അതിൽ ഈ ഉദ്യോഗസ്ഥന് നേരിട്ട് പങ്കുണ്ട് എന്ന് അറിയിച്ചതിനെ തുടർന്നായിരുന്നു പാകിസ്ഥാന്റെ പ്രതിനിധി ഇന്ത്യ പുറത്താക്കുകയും ചെയ്തു. ഉടൻ തന്നെ ഇന്ത്യ വിട്ടു പോകണമെന്നുള്ള നിർദ്ദേശമായിരുന്നു മുന്നോട്ട് വെച്ചത്. അതിന് പിന്നാലെയാണ് അതിനൊരു മറുപടി എന്ന രീതിയിൽ പാകിസ്ഥാന്റെ ഭാഗത്തുനിന്നും സമാനമായ രീതിയിലുള്ള ഒരു നടപടി സ്വീകരിക്കുകയും ചെയ്തിരിക്കുന്നത്. 24 മണിക്കൂറിനുള്ളിൽ ഇന്ത്യൻ പ്രതിനിധി പാകിസ്ഥാൻ വിടണമെന്നുള്ള നിർദ്ദേശമാണ് മുന്നോട്ട് വെക്കുകയും ചെയ്യുന്നത്. എന്തായാലും അത്തരത്തിലുള്ള കാര്യങ്ങൾ ഒരു വശത്ത് നൽകുകയും ചെയ്യുന്നു. മറ്റൊന്ന്, ഇന്ത്യയുടെ അതിർത്തി മേഖല ഇപ്പോൾ കഴിഞ്ഞ 3 ദിവസമായി വെടിനിർത്തൽ ധാരണ വന്നതിന് ശേഷം ഇപ്പോൾ 3 ദിവസമായി ഇപ്പോൾ അതിർത്തി മേഖലയൊക്കെ ശാന്തത ഉണ്ട് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. കുട്ടികളൊക്കെ തന്നെ സ്കൂളിലേക്ക് പോയി തുടങ്ങി. അതിർത്തി മേഖലയിൽ ചില സ്കൂളുകൾ ഒഴികെ മറ്റെല്ലാം തന്നെ തുറന്നു പ്രവർത്തിക്കുന്ന സ്ഥിതിവിശേഷമുണ്ട്. അങ്ങനെ ഒരു സമാധാന അന്തരീക്ഷത്തിലേക്ക് കാര്യങ്ങൾ പോകുന്നു എന്നുള്ളത് തന്നെയാണ്. എന്തായാലും നമുക്കറിയാം, ജമ്മു കാശ്മീരിലെ ചില മേഖലകളിൽ കഴിഞ്ഞ ദിവസവും നമ്മൾ ചൂണ്ടിക്കാണിച്ചതാണ്. പൂഞ്ച്, കുപ്വാര, ഇത്തരത്തിൽ ബരാമുള്ള അടക്കമുള്ള മേഖലകളിൽ വീടുകൾ തകർന്നു കിടക്കുന്ന കാഴ്ച നമ്മൾ കാണുകയും ചെയ്തതാണ്. ഈ ഷെല്ലാക്രമണം അതിരൂക്ഷമായി ബാധിച്ച ഒരു മേഖല കൂടിയാണ്. നിരവധി പേർക്ക് ജീവൻ നഷ്ടപ്പെട്ട ഒരു മേഖല കൂടിയാണ്. 13 പേർക്കാണ് ഔദ്യോഗികമായുള്ള സ്ഥിരീകരണം. 13 പേർക്ക് ഇവിടെ സാധാരണക്കാരായിട്ടുള്ള ആളുകൾക്ക് ജീവൻ നഷ്ടമാവുകയും ചെയ്ത ഒരു മേഖല കൂടിയാണ്. ഇവിടെ ഈ വീടുകൾ, അറ്റകുറ്റപ്പണികൾ ഉടൻ തന്നെ പൂർത്തീകരിക്കുമെന്നാണ് ജമ്മു കാശ്മീർ മുഖ്യമന്ത്രി ഒമർ അബ്ദുള്ള വ്യക്തമാക്കിയത്. എന്തായാലും അത് ഉടൻ തന്നെ ഒരു യുദ്ധകാല അടിസ്ഥാനത്തിൽ തന്നെ അത് സജ്ജീകരിച്ച് നിർമ്മാണം പൂർത്തീകരിച്ച് ജനങ്ങളെ വീണ്ടും അങ്ങോട്ടേക്ക് മാറ്റാനുള്ളൊരു നീക്കം നടത്തുകയും ചെയ്യുന്നുണ്ട്. എന്തായാലും മറ്റ് സംസ്ഥാനങ്ങളുടെ അതിർത്തിയിൽ പഞ്ചാബിൻ്റെയും ഒപ്പം തന്നെ രാജസ്ഥാൻ്റെയും അതിർത്തിയിലുള്ള ജനങ്ങളിൽ അവിടെ ഈ പാകിസ്ഥാൻ നിരന്തരം ഷെല്ലാക്രമണവും ഒപ്പം തന്നെ ഡ്രോൺ ആക്രമണവും ഒക്കെ നടത്തിയ സമയത്ത് വന്നു വീണിട്ടുള്ള ചില ഡ്രോണുകളും മറ്റ് ബോംബുകളും ഒക്കെ തന്നെ പ്രദേശത്തായി ഉണ്ട്. അത് നിർവീര്യമാക്കാനുള്ള നടപടികൾ ഇന്നലെയും സേനയുടെ ഭാഗത്തുനിന്നും ഉണ്ടായിരുന്നു. അതിൻ്റെ ദൃശ്യങ്ങളൊക്കെ സേനാ വിഭാഗങ്ങൾ തന്നെ പുറത്തുപിടിക്കുകയും ചെയ്ത ഒരു പശ്ചാത്തലമുണ്ട്. അതുകൊണ്ട് തന്നെ ഉടനടി അവിടേക്ക് ആളുകൾ തിരികെ മടങ്ങി പോകേണ്ടതില്ല എന്നുള്ളൊരു നിർദ്ദേശം സംസ്ഥാന സർക്കാർ തന്നെ നൽകിയിട്ടുണ്ട്. അവരെ നിലവിൽ കഴിയുന്ന സുരക്ഷിത സ്ഥാനത്ത് തന്നെ ഇനിയുള്ള കുറച്ച് ദിവസം കൂടി, അതായത് ഈ സുരക്ഷ ഉറപ്പുവരുത്തിയതിനു ശേഷം മാത്രം അങ്ങോട്ടേക്ക് മാറിയാൽ മതി എന്നുള്ളൊരു നിലപാടുണ്ട്. അതുകൊണ്ട് തന്നെയാണ് സ്കൂളുകളൊക്കെ, ആ മേഖലയിലെ ചില സ്കൂളുകൾ തുറന്നു പ്രവർത്തിക്കാൻ ഇനിയും വൈകുമെന്നുള്ള സൂചനകൾ പുറത്തു വരുന്നത്. മറ്റൊന്ന്, ഈ വിമാന സർവീസുകളാണ്. വ്യോമയാന സർവീസുകളെല്ലാം തന്നെ സാധാരണ നിലയിലേക്ക് വരുന്നു എന്നുള്ളതാണ്. കഴിഞ്ഞ ദിവസം 6 കൂടി ഈ വിമാന സർവീസുകൾ റദ്ദാക്കുന്ന ഒരു സ്ഥിതിവിശേഷം ഉണ്ടായിരുന്നു. എയർ ഇന്ത്യയുടെയും ഇൻഡിഗോയുടെയും ഒക്കെ സർവീസുകൾ വെട്ടിച്ചുരുക്കുന്ന സ്ഥിതിവിശേഷം ഉണ്ടായിരുന്നു. അത് ജനങ്ങളുടെ സുരക്ഷ മുൻനിർത്തിയായിരുന്നു ഇത്തരത്തിലുള്ളൊരു നിലപാട് അല്ലെങ്കിൽ അത്തരത്തിലൊരു നടപടി ഈ എയർ ഇന്ത്യയും ഒപ്പം തന്നെ ഇന്ത്യയും സ്വീകരിക്കുകയും ചെയ്ത് അത് പിന്നീട് അവർ വാർത്താക്കുറിപ്പിലൂടെ വ്യക്തമാക്കുകയും ചെയ്തതാണ്. അങ്ങനെ അതെല്ലാം മാറി നിന്നുകൊണ്ട് ഒരു പൂർണ്ണ തോതിലേക്ക് വിമാന സർവീസുകൾ രാജ്യത്തെ എല്ലാ വിമാനത്താവളത്തിൽ നിന്നും ഉയരാനുള്ള സാഹചര്യം തന്നെയാണ് നിലവിൽ ഉള്ളത്. മിഥുൻ, ഇതോടൊപ്പം മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഈ ഇന്ത്യ പാക് അതിർത്തി സംഘർഷവുമായി ബന്ധപ്പെട്ടുള്ള അമേരിക്കൻ പ്രസിഡന്റിന്റെ ഇടപെടലുകളാണ്. ഇന്നലെ സൗദിയിൽ വീണ്ടും
ട്രംപ് പറയുകയാണ് കശ്മീർ വിഷയത്തിൽ തൻ്റെ ഭാഗത്തു നിന്ന് ഇടപെടൽ ഉണ്ടായി എന്ന് മാത്രമല്ല അതിന് ശക്തമായ രീതിയിൽ അല്ലെങ്കിൽ വിജയകരമായ രീതിയിൽ ഇടപെടൽ നടത്തിയ JD വാൻസിനെയും മാർക്കോ റൂബിയോയും ഒക്കെ പൊതുവേദിയിൽ വെച്ച് അഭിനന്ദിക്കുന്നു. അങ്ങനെ വലിയൊരു അവകാശവാദം ഇന്നലെ കൂടി വിദേശകാര്യ മന്ത്രാലയത്തിന്റെ ഭാഗത്തു നിന്ന് അത്തരമൊരു ഇടപെടൽ ഉണ്ടായിട്ടില്ല എന്ന് സ്ഥിരീകരിച്ചുകൊണ്ടുള്ളൊരു വാർത്താ സമ്മേളനം ഉണ്ടാകുമ്പോൾ പോലും ട്രംപ് ഈ വിഷയത്തിൽ തന്റെ നിലപാട് ആവർത്തിക്കുകയാണ്. ഒരു പക്ഷേ ഈ വിഷയം സൗദിയിൽ വെച്ച് അറബ് രാജ്യങ്ങൾക്ക് മുൻപിൽ അങ്ങനെ ഒരു അവകാശവാദം പരസ്യമായി നടത്തുന്നത് മറ്റൊരു തരത്തിൽ ഇന്ത്യയെ സംബന്ധിച്ച് അത് ശ്രദ്ധേയമായ ഒരു സമ്മർദ്ദ തന്ത്രമായി കൂടി വേണ്ടേ കാണാൻ. 2019 പരസ്യമായി തന്നെ ഇന്ത്യ പ്രതികരിച്ചതാണ്, ഇക്കാര്യത്തിൽ ഇടപെടേണ്ട എന്ന് പറഞ്ഞതാണ്. പക്ഷേ ഇപ്പോൾ ഇത് തുടർച്ചയായ ദിവസങ്ങളിൽ ട്രംപ് ആവർത്തിക്കുകയാണെങ്കിൽ ഇന്ത്യയുടെ നിലപാട് എന്താവും? ശ്രീജ, അതുതന്നെയാണ് പ്രധാനമായും പ്രതിപക്ഷം മുന്നോട്ട് വെക്കുന്ന പ്രധാനപ്പെട്ട കാര്യം. അതായത് പ്രധാനമന്ത്രി എന്തുകൊണ്ട് ഈ വിഷയത്തിൽ സംസാരിക്കുന്നില്ല, അല്ലെങ്കിൽ ഒരു പ്രതികരണം നടത്തുന്നില്ല, അതിലൊരു വിശദീകരണം നടത്തുന്നില്ല എന്നുള്ളതാണ് പ്രതിപക്ഷത്തിന്റെ പ്രധാനപ്പെട്ട ആരോപണം. കാരണം പ്രധാനമന്ത്രി രാജ്യത്തെ അഭിസംബോധന ചെയ്യുന്നതിന് മണിക്കൂറുകൾക്ക് മുമ്പാണ് ഇത്തരത്തിലൊരു അവകാശവാദം പ്രസിഡന്റ് വീണ്ടും ഉയർത്തുകയും ചെയ്ത്, ഡൊണാൾഡ് ട്രംപ് ഉയർത്തുകയും ചെയ്ത്, അതിനുശേഷം നടത്തിയ രാജ്യത്തെ അഭിസംബോധന ചെയ്ത് പ്രധാനമന്ത്രി സംസാരിച്ചപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട ഒരു പരാമർശമോ അല്ലെങ്കിൽ ഒരു വാക്കുപോലും പറയാൻ പ്രധാനമന്ത്രി തയ്യാറായില്ല. അത് മൗനം പാലിക്കുകയാണ് ചെയ്തത് എന്നുള്ളൊരു ആരോപണമാണ് പ്രധാനമായും പ്രതിപക്ഷം ഉയർത്തുന്നത്. അതിൽ ഏതെങ്കിലും തരത്തിൽ ഇന്ത്യ പാക്കുമായി ബന്ധപ്പെട്ടുള്ള ഈ സംഘർഷങ്ങൾ അല്ലെങ്കിൽ വെടിനിർത്തൽ ധാരണയിലേക്ക് വരുന്നതിന് ഒരു നിഷ്പക്ഷ ഇടത്തുവെച്ച് ഏതെങ്കിലും തരത്തിൽ ചർച്ച നടന്നിട്ടുണ്ടോ തുടങ്ങി നിരവധി ചോദ്യങ്ങൾ പ്രധാനമായും പ്രതിപക്ഷം മുന്നോട്ട് വെക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഒരു പ്രത്യേക പാർലമെന്റ് സമ്മേളനം വിളിച്ചു ചേർത്തുകൊണ്ട് ഇക്കാര്യങ്ങൾ വിശദീകരിക്കണം. അത് എങ്കിൽ മാത്രമേ അതിൽ മുന്നോട്ട് പോകൂ. ഒപ്പം തന്നെ കശ്മീർ പോലൊരു വിഷയത്തിൽ എങ്ങനെയാണ് അമേരിക്കയ്ക്ക് ഇടപെടാൻ സാധിക്കുന്നത്? ഇതിനു മുമ്പ് പലതവണ ഇത്തരത്തിൽ അമേരിക്കയുടെ ഇടപെടൽ ഉണ്ടാകുമെന്ന് കരുതിയെങ്കിൽ പോലും തന്നെ അതിലൊക്കെ ഇന്ത്യ കൃത്യമായ മറുപടി നൽകിയിരുന്നു, കൃത്യമായ വിശദീകരണം നൽകിയിരുന്നു. പക്ഷേ എന്തുകൊണ്ട് ഇക്കാര്യത്തിൽ ഒരു വിശദീകരണം നൽകാൻ പ്രധാനമന്ത്രി തയ്യാറാകുന്നില്ല? കാരണം അതിൽ പ്രധാനമായും അവർ ചോദിക്കുന്ന ഒരു കാര്യം, ഈ രീതിയിൽ അതായത് വ്യാപാര തന്ത്രം മുന്നോട്ട് വെച്ചപ്പോൾ അല്ലെങ്കിൽ ഈ ട്രേഡുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ അത് ഭീഷണി മുഴക്കിയാണ് ഇത്തരത്തിൽ ഇന്ത്യയും പാകിസ്ഥാനും തങ്ങളുടെ വരുതിയിലേക്ക് വന്നത്, അല്ലെങ്കിൽ ഒരു സംഘർഷം അവസാനിപ്പിക്കാം എന്നുള്ളൊരു നിലപാടിലേക്ക് വന്നതെന്ന് പ്രസിഡന്റ് ട്രംപ് പറഞ്ഞു വെക്കുന്നു. അതിൽ ഏതെങ്കിലും തരത്തിൽ ചർച്ചകൾ നടന്നിട്ടുണ്ടോ? അങ്ങനെ ഒരു ഭീഷണിയും ഉണ്ടായിട്ടുണ്ടോ? ഒപ്പം തന്നെ കാറുകൾ ഉൾപ്പെടെയുള്ള US ഉൽപ്പന്നങ്ങൾക്ക് തീരുവ കുറയ്ക്കാമെന്നുള്ള രീതിയിൽ ഏതെങ്കിലും നടപടികൾ സ്വീകരിച്ചിട്ടുണ്ടോ? തുടങ്ങി നിരവധി ചോദ്യങ്ങൾ പ്രതിപക്ഷം ഉന്നയിക്കുന്നുണ്ട്. അത് ഇന്ത്യയിലെ ജനങ്ങളും ആഗ്രഹിക്കുന്ന ചോദ്യങ്ങളാണ് എന്നാണ് പറയുന്നത്. അതുകൊണ്ട് തന്നെ അതിന് മറുപടി പറയേണ്ടത് പ്രധാനമന്ത്രി തന്നെയാണ്. അങ്ങനെയുള്ള വിവാദങ്ങൾ ഇപ്പോൾ വീണ്ടും ചൂടുപിടിച്ച് ചർച്ചയായി മുന്നോട്ട് പോവുകയും ചെയ്തു. പക്ഷേ ഈ കോൺഗ്രസ് ഇക്കാര്യം മുന്നോട്ട് വെക്കുമ്പോൾ, ഒരു പ്രത്യേക പാർലമെന്റ് സമ്മേളനം വിളിക്കണം എന്നുള്ള ആവശ്യം മുന്നോട്ട് വെക്കുമ്പോൾ ഇന്ത്യ മുന്നണിയിലെ ഘടകകക്ഷികൾക്ക് മറ്റ് അഭിപ്രായമുണ്ട്. ശരത് പവാർ കഴിഞ്ഞ ദിവസം പറഞ്ഞ പ്രധാനപ്പെട്ട കാര്യം, അതായത് ഇത്രത്തോളം സെൻസിറ്റീവ് ആയിട്ടുള്ള രഹസ്യാത്മക സൂക്ഷിക്കേണ്ട വിഷയങ്ങൾ അതൊരു പാർലമെന്റ് സമ്മേളനം വിളിച്ചു ചേർത്ത് വിശദീകരിക്കേണ്ട സാഹചര്യമല്ല, അത് ആ രീതിയിൽ കണക്കാക്കണം. അത്തരത്തിലൊരു സംഭവമല്ല നടന്നിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഒരു ഓൾ പാർട്ടി മീറ്റിംഗ് വിളിച്ചുകൊണ്ട് അക്കാര്യങ്ങൾ രഹസ്യാത്മകമായ രീതിയിൽ തന്നെ മുന്നോട്ട് കൊണ്ടുപോകണം. മറ്റ് പാർട്ടികളെയും പാർട്ടി നേതാക്കളെയും ഒക്കെ തന്നെ കൃത്യമായി ബോധിപ്പിക്കാൻ കേന്ദ്ര സർക്കാർ തയ്യാറാകണമെന്നുള്ളൊരു കാര്യമായിരുന്നു ശരത് പവാർ പറയുകയും ചെയ്തു. മറ്റൊന്ന്, പ്രസിഡന്റ് ട്രംപിന്റെ ഇടപെടൽ, ഡൊണാൾഡ് ട്രംപിന്റെ ഇടപെടൽ അത് സംബന്ധിച്ചുള്ള കാര്യത്തിൽ ഒരു വ്യക്തത വരുത്തണം. അത് പരസ്യമായി തന്നെ പറയാൻ പ്രധാനമന്ത്രി തയ്യാറാകണമെന്ന് കൂടി ശരത് പവാർ പറഞ്ഞു വെക്കുകയും ചെയ്യുന്നു. അങ്ങനെ ഒരു വ്യത്യസ്ത നിലപാട് ഇന്ത്യ മുന്നണിക്കകത്ത് തന്നെ ഉണ്ട് എന്നുള്ളതാണ് ഈ വിഷയവുമായി ബന്ധപ്പെട്ടുള്ളത്. എന്തായാലും ഇന്ന് 19-ാം തീയതി ഈ വിദേശകാര്യ മന്ത്രാലയം ഇതുമായി ബന്ധപ്പെട്ട നയതന്ത്ര ഇടപെടലുമായി ബന്ധപ്പെട്ട മറ്റ് കാര്യങ്ങൾ വിശദീകരിക്കുന്നതിന് വേണ്ടി ഒരു യോഗം വിളിച്ചു ചേർക്കുകയും ചെയ്തിട്ടുണ്ട്. 19-ന് 2 മണിക്കൂറാണ് ഈ യോഗം വിളിച്ചു ചേർക്കുന്നത്. അതിനുശേഷം വിദേശകാര്യ സെക്രട്ടറി വിക്രം മിശ്രി ഇതുമായി ബന്ധപ്പെട്ട വിശദീകരണം നൽകുകയും ചെയ്യുമെന്നാണ് അറിയിച്ചിട്ടുള്ളത്. എന്തായാലും ഇന്ന് നിലവിൽ മിഥുൻ MG ആണ് വിവരങ്ങൾ നൽകിയത്. അതിർത്തിയിലെ സംഘർഷങ്ങൾ ശാന്തമാവുന്നുവെങ്കിലും ഈ നയതന്ത്ര തലത്തിലുള്ള ഇടപെടലുകൾ ഒരുപക്ഷെ സർക്കാരിനെ പ്രതിരോധത്തിലാക്കുന്നുണ്ട്. അതിൽ പ്രതിപക്ഷം ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് പലപ്പോഴും സർക്കാരിന് ഉത്തരം പറയാൻ കഴിഞ്ഞിട്ടുമില്ല. മറ്റ് വാർത്തകളിലേക്ക്, ഇന്നലെ തിരുവനന്തപുരത്ത് നിന്ന് വന്നൊരു വാർത്ത നമ്മളെയൊക്കെ വലിയ രീതിയിൽ ഞെട്ടിക്കുന്നതായിരുന്നു. ഒരു ജൂനിയർ അഭിഭാഷകയെ സീനിയർ ക്രൂരമായി മർദ്ദിക്കുക, മുഖത്ത് ആ പാടുകളും കൊണ്ട് ആ പെൺകുട്ടിയെ കാണുന്നത് തന്നെ
വലിയ പ്രയാസമുണ്ടാക്കുന്ന ഒരു കാര്യമായിരുന്നു. ഈ സംഭവത്തിൽ ഇപ്പോൾ ജാമ്യമില്ലാ വകുപ്പ് പ്രകാരം കേസെടുക്കപ്പെട്ട സീനിയർ അഭിഭാഷകൻ ഒളിവിലാണ്. തിരുവനന്തപുരം വഞ്ചിയൂർ കോടതിയിൽ കഴിഞ്ഞ ദിവസമായിരുന്നു സംഭവം. ഓഫീസിലെ തർക്കത്തെ തുടർന്ന് പാറശാല സ്വദേശിയായ അഭിഭാഷക ശ്യാമിലിയുടെ കർണത്തടിക്കുകയായിരുന്നു സീനിയറായ ബെയിലിൻ ദാസ്. സംഭവത്തിന് പിന്നാലെ ബാർ അസോസിയേഷൻ അടിയന്തരമായി ഇയാളെ സംഘടനയിൽ നിന്ന് സസ്പെൻഡ് ചെയ്തിരുന്നു. വി വിനോദ് വിവരങ്ങളുമായി. വിനോദ്, ഗുഡ് മോർണിംഗ്. ആ കുട്ടിയുടെ മുഖം ഇന്നലെ കണ്ട് നമുക്കൊക്കെ ഒരു ഞെട്ടലാണ്. ഒരു ജൂനിയറാണ്, ഒരു ഓഫീസാണ്. അവിടെ ഇനിയിപ്പോൾ എന്ത് പ്രശ്നമുണ്ടായാലും ശരി, ഒരു കയ്യേറ്റത്തിന് മുതിരാൻ യാതൊരു രീതിയിലും അധികാരമില്ലാത്ത ഒരാളാണ് ഇങ്ങനെ ക്രൂരമായ പെൺകുട്ടിയെ മർദ്ദിച്ചത്. ഈ സംഭവത്തിൽ ഇപ്പോൾ എന്തൊക്കെ തുടർ നടപടികൾ ഉണ്ടായിട്ടുണ്ട്? ശ്രീജ, ബെയിലിനെതിരെ കഴിഞ്ഞ ദിവസം തന്നെ സംഘടന നടപടിയെടുത്തിരുന്നു. പക്ഷേ ഈ പ്രശ്നം, ഈ ഒരു ഗുരുതരമായ സ്ഥിതി ഇതാദ്യമായല്ല ബെയിലിൻ പെൺകുട്ടിയെ മർദ്ദിക്കുന്നത്. ശ്യാമിലിയെ നേരത്തെയും മർദ്ദിച്ചിരുന്നു എന്നാണ് പറയുന്നത്. അതായത് അഭിഭാഷക സമൂഹമാണ് നിയമം നടപ്പാക്കാൻ അതിന്റെ ഭാഗമായി പ്രവർത്തിക്കേണ്ട ആളുകളാണ്. അവരുടെ ഭാഗത്തു നിന്നാണ് ഇത്രയും ഒരു തെറ്റായ പ്രവണത ഉണ്ടായിരിക്കുന്നത്. ഇത് ഗൗരവമായി തന്നെയാണ് സർക്കാർ കാണുന്നത്. കഴിഞ്ഞ ദിവസം ജനാധിപത്യ മഹിളാ അസോസിയേഷന്റെ പ്രവർത്തകർ ഉൾപ്പെടെയുള്ളവർ വഞ്ചിയൂർ കോടതിയിലേക്ക് മാർച്ച് നടത്തിയിരുന്നു. ഇന്നലെ ഉച്ചയ്ക്ക് 12:30യോടുകൂടിയായിരുന്നു സംഭവം. ഓഫീസിലെ 2 ജൂനിയർ അഭിഭാഷകർ തമ്മിൽ തർക്കമുണ്ടാകുന്നു. മറ്റൊരു അഭിഭാഷകയെ ശ്യാമിലി അപമാനിച്ചു എന്ന് ആരോപിച്ചായിരുന്നു ഈ മർദ്ദനം. ശ്രീജ പറഞ്ഞതുപോലെ തന്നെ ഇങ്ങനെ കയ്യേറ്റം ചെയ്യാനുള്ള അധികാരം എവിടെ നിന്ന് ലഭിക്കുന്നു എന്നത് തന്നെയാണ്. അവിടെ എത്തുന്ന നീതി തേടി എത്തുന്ന ആളുകൾക്ക് അത് ഉറപ്പാക്കാൻ പ്രവർത്തിക്കേണ്ട ഒരു വിഭാഗമാണ് അഭിഭാഷകർ. അങ്ങനെയുള്ള ഒരു സ്ഥലത്തു നിന്നാണ് ഈ തരത്തിലുള്ള നടപടി ഉണ്ടായിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം വഞ്ചിയൂർ പോലീസിന്റേതാണ് നടപടി ഉണ്ടായത്. ജാമ്യമില്ലാ വകുപ്പുകൾ പ്രകാരം ബെയിലിനെതിരെ നടപടിയെടുത്തിട്ടുണ്ട്. പൂന്തറ സ്വദേശിയാണ് ഇയാൾക്ക് വേണ്ടിയുള്ള അന്വേഷണം ഇപ്പോൾ പോലീസ് നടത്തുന്നുണ്ട്. കഴിഞ്ഞ ദിവസം ഈ സംഭവത്തിന് പിന്നാലെ ഇയാൾ ഒളിവിൽ പോവുകയായിരുന്നു. സുഹൃത്തുക്കളുമായി ഇയാൾ സംസാരിച്ചു. പെൺകുട്ടി തന്നെ അധിക്ഷേപിച്ച് സംസാരിച്ചു എന്നാണ് ബെയിലിൻ സുഹൃത്തുക്കളോട് പറയുന്നത്. പക്ഷേ എങ്ങനെയാണ് ഈ കയ്യേറ്റം ചെയ്യുന്നത്? മാത്രമല്ല, ഈ പെൺകുട്ടി 4 വർഷമായി ഇതേ ഓഫീസിൽ ജോലി ചെയ്യുന്നുണ്ട്. 6 മാസം മുൻപാണ് പ്രസവം കഴിഞ്ഞ് വീണ്ടും തിരികെ ജോലിയിൽ പ്രവേശിച്ചത്. ഇതെല്ലാം അറിയാവുന്ന ഒരു സീനിയറാണ്. ഇതേ ഓഫീസിൽ അയാളുടെ കീഴിൽ ജോലി ചെയ്യുന്ന ഒരു ജൂനിയർ അഭിഭാഷകയാണ്. ആ അഭിഭാഷകർക്ക് നേരെയാണ് ഈ കയ്യേറ്റം ഉണ്ടായത്. മാത്രമല്ല, തുടർച്ചയായി മുഖത്തടിച്ചു എന്നാണ്. തുടരെ താൻ ആദ്യത്തെ അടിയിൽ തറയിൽ വീഴുകയും അവിടെ നിന്ന് വീണ്ടും ഉയർത്തി തന്നെ വീണ്ടും മർദ്ദിച്ചു എന്ന കാര്യമാണ് അഭിഭാഷക പറയുന്നത്. നേരത്തെയും ഈ തരത്തിലുള്ള മർദ്ദനമുണ്ടായി എന്ന കാര്യം പറയുന്നു. പിന്നീട് വിളിച്ച് മാപ്പ് പറയുകയും താൻ തെറ്റ് ചെയ്തു, തിരികെ ഓഫീസിലേക്ക് വരണമെന്ന് പറയുകയും ചെയ്യും. ഈ നിലയ്ക്ക് അവർ ഓഫീസിലേക്ക് വരികയായിരുന്നു. ഇവരോട് മാത്രമല്ല മറ്റു പലരോടും ഇത്തരത്തിൽ അപമര്യാദയായി ബെയിലിൻ പെരുമാറിയിട്ടുണ്ട് എന്ന ആരോപണങ്ങളും ഉയർന്നു വരുന്നുണ്ട്. ഏതായിരുന്നാലും ബാർ അസോസിയേഷൻ ഇന്നലെ വളരെ പെട്ടെന്ന് തന്നെ യോഗം ചേരുകയും ഈ സംഭവം മനസ്സിലായതിന് പിന്നാലെ അടിയന്തരമായി ഇയാളെ സംഘടനയിൽ നിന്ന് സസ്പെൻഡ് ചെയ്യുകയും ചെയ്തിരുന്നു. ഇപ്പോൾ ജാമ്യമില്ലാ വകുപ്പ് പ്രകാരം കേസെടുത്തതിന്റെ പശ്ചാത്തലത്തിൽ പോലീസ് ഇയാൾക്ക് വേണ്ടിയുള്ള തിരച്ചിൽ നടത്തുകയും ചെയ്യുന്നു. ശരി, വിനോദാണ് വിവരങ്ങൾ നൽകിയത്. മുൻപ് ഇതുപോലെയൊക്കെ മർദ്ദിച്ചിട്ട് മാപ്പ് പറഞ്ഞാണ് ഈ കാര്യങ്ങൾ പരിഹരിച്ചതെങ്കിൽ അവിടെയാണ് പ്രശ്നം കിടക്കുന്നത്. ഒരാൾക്ക് വളരെ പെട്ടെന്ന് ഇത്തരം സ്വഭാവങ്ങളൊന്നും വരില്ല. ഇത് തുടർച്ചയായി ഇത്തരം സ്വഭാവ വൈകല്യമുള്ള മനുഷ്യന്മാരെ നിലയ്ക്ക് നിർത്തിയില്ലെങ്കിൽ അത് പിന്നീട് അതിലും ഗുരുതരമായ അവസ്ഥയിലേക്കാകും പോകുക എന്നതിൻ്റെ ഉദാഹരണമാണിത്. ശരീരത്ത് തൊടാൻ, അത് എന്ത് കാര്യത്തിൻ്റെ പുറത്തായാലും, സീനിയർ ആയാലും മറ്റാരായാലും ശരീരത്ത് തൊടാനോ വേദനിപ്പിക്കാനോ ഒരു മനുഷ്യനും അധികാരമില്ല എന്ന കാര്യം എല്ലാവരും ഓർത്തിരിക്കുന്നത് നല്ലതാണ്. എന്തായാലും ഈ സംഭവത്തിൽ തുടർ നടപടികളുമായി സംഘടനയും ഒക്കെ പോകുന്നുണ്ട്. ഇയാളിപ്പോൾ ജാമ്യമില്ലാ വകുപ്പ് പ്രകാരം ഇയാൾക്കെതിരെ കേസെടുത്തിട്ടുണ്ട്. ഒളിവിലാണുള്ളത്. അന്വേഷണം നടക്കട്ടെ. ഇനി മേലാൽ മറ്റൊരാളുടെ നേർക്ക് കൈ പൊങ്ങാത്ത വിധത്തിലുള്ള നടപടികൾ ഉണ്ടാവട്ടെ. അത്രമാത്രം നമുക്ക് പ്രതീക്ഷിക്കാം. വലിയ വിവാദമാവുന്ന മറ്റൊരു വാർത്ത ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രത്തിലെ മോഷണവുമായി ബന്ധപ്പെട്ടാണ്. നടന്നത് മോഷണം തന്നെയാണ് എന്ന് ഏതാണ്ട് സ്ഥിരീകരിക്കപ്പെട്ടിരിക്കുന്നു. ഇതേ തുടർന്ന് വലിയ രീതിയിലുള്ള പ്രതിഷേധങ്ങളൊക്കെ ഉണ്ടാവുന്നുണ്ട് ക്ഷേത്രവുമായി ബന്ധപ്പെട്ട ആളുകളിൽ നിന്ന്. ഇപ്പോൾ ക്ഷേത്രത്തിലെ സ്വത്ത് വിവരം പുറത്തുവിടണമെന്ന ആവശ്യം ഉന്നയിച്ച് രംഗത്തെത്തുകയാണ് ഒരു കൂട്ടം ഭക്തർ. ക്ഷേത്ര സംരക്ഷണ സമിതിയുടെ നേതൃത്വത്തിൽ നിയമ നടപടി സ്വീകരിക്കാനാണ് ഇവർ ആലോചിക്കുന്നത്. ഇത് സംബന്ധിച്ച് ഹൈക്കോടതിയിൽ ഹർജി നൽകാനും ആലോചനയുണ്ട്. വി വിനോദ് വിവരങ്ങളുമായി. വിനോദ്, ഒരു ഇടവേളയ്ക്ക് ശേഷം പത്മനാഭസ്വാമി ക്ഷേത്രവുമായി ബന്ധപ്പെട്ട ഇത്തരം വിവാദങ്ങളും തർക്കങ്ങളും ഒക്കെ രൂക്ഷമാവുകയാണ്. ഒരു സമയത്ത് നമുക്ക് ഓർമ്മയുണ്ട്, ഇത് തന്നെയായിരുന്നു അവിടെ വലിയ രീതിയിൽ ഈ ക്ഷേത്ര സംരക്ഷണ സമിതിയുടെയും ഭക്തരുടെയും ഒക്കെ ഭാഗത്തു നിന്ന് പ്രതിഷേധമുണ്ടായിരുന്നു. ഇപ്പോൾ ഉണ്ടായ ഈ മോഷണ ശ്രമം
വളരെ ഗൗരവമായി ക്ഷേത്രവുമായി ബന്ധപ്പെട്ടവർ എടുക്കുന്നുണ്ട് എന്നതിൻ്റെ സൂചനയല്ലേ? ഇതൊരു വലിയ രീതിയിലുള്ളൊരു പ്രതിഷേധ പരമ്പരയിലേക്കൊക്കെ പോകാൻ എത്രത്തോളം സാധ്യതയുണ്ട്? ശ്രീജ, ഇത് എങ്ങനെ വിട്ടുകളയാൻ കഴിയുന്ന ഒരു കാര്യമല്ല എന്ന വികാരം തന്നെയാണ് ഭക്തർക്കിടയിലുള്ളത്. കാരണം ഇത് ആദ്യമായല്ല പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ നിന്ന് വിലപിടിപ്പുള്ള വസ്തുക്കൾ കാണാതാകുന്നത്. ഇത് പരാതിയായാൽ 2 ദിവസത്തിനുള്ളിൽ ഇതേ വസ്തു തിരികെ എത്തും. അത് എന്ത് മായാജാലമാണ് അവിടെ നടക്കുന്നതെന്ന ചോദ്യമാണ് പ്രധാനമായും ഉയരുന്നത്. അതായത് ഈ ഒരു വസ്തു എടുക്കുന്നു, പരാതി ഉയർന്നില്ലെങ്കിൽ അത് അങ്ങനെ അങ്ങ് പോകുന്നു. ഇനി പരാതി ഉയർന്നാൽ തന്നെ പലപ്പോഴും പരാതി ഉയരാതെ പോകുന്നത് ഈ വസ്തുക്കൾ മാറ്റുകയും പിന്നീട് ഡ്യൂപ്ലിക്കേറ്റ് വസ്തു അവിടെ കൊണ്ട് വെക്കുകയും ചെയ്യുന്നു എന്ന ആരോപണം കൂടിയുണ്ട്. അതായത് നൂറ്റാണ്ടുകൾ പഴക്കമുള്ള സാധനം എടുക്കുകയും അതേ മാതൃകയിൽ പുതിയ വസ്തു ഉണ്ടാക്കി ഇതിന് പകരമായി അവിടെ വെക്കുകയും ചെയ്യുന്നു. അപ്പോൾ എണ്ണം എടുക്കുമ്പോൾ കൃത്യമായി ഈ എണ്ണം തികയും. പക്ഷേ ഇതിൽ പലതും വ്യാജമാണ് എന്ന ഗുരുതരമായ ആരോപണം കൂടിയാണ് ഭക്തരുടെ ഭാഗത്തു നിന്ന്, ഒരു വിഭാഗം ഭക്തരുടെ ഭാഗത്തു നിന്ന് വരുന്നത്. ഏതായിരുന്നാലും ക്ഷേത്ര സംരക്ഷണ സമിതിയുടെ പിന്തുണയോടുകൂടി ഇതിൽ, അല്ലെങ്കിൽ അവരുടെ നേതൃത്വത്തിൽ ഇതിൽ നിയമ നടപടി സ്വീകരിക്കുന്ന കാര്യം കൂടി ഇപ്പോൾ ആലോചനയിലുണ്ട്. ഹൈക്കോടതിയിലടക്കം ഇത് സംബന്ധിച്ച് നിയമപോരാട്ടം നടത്താനാണ് ആലോചിക്കുന്നത്. ക്ഷേത്രത്തിൽ ഇപ്പോഴുള്ള സ്വത്തുവകകളുടെ എണ്ണം എത്ര, അല്ലെങ്കിൽ അതിന്റെ മൂല്യം എത്ര, അത്തരം കാര്യങ്ങൾ അത് വ്യക്തമാക്കണം. ഭരണസമിതിക്ക് അതിനുള്ള ഉത്തരവാദിത്തമുണ്ട് എന്ന കാര്യമാണ്. ബി നിലവറ എന്നതും ഒഴികെ ബാക്കി ദൈനംദിന ആവശ്യങ്ങൾക്കും ലോക്കറിലുമായി സൂക്ഷിക്കുന്ന കാര്യങ്ങളൊക്കെ ഉണ്ട്. ബി നിലവറ തുറക്കുന്നതിനൊക്കെ അതിൻ്റെതായ നിയമപരമായ നടപടികളുണ്ട്. അവിടെ മൂല്യനിർണ്ണയം നേരത്തെ നടത്തിയ ഒരു സംഭവമുണ്ട്. എങ്കിൽ തന്നെയും അതിന്റെ കണക്കുകളൊക്കെ തന്നെ ഏറെക്കുറെ പുറത്തു വന്നതുമാണ്. പക്ഷേ ഇപ്പോൾ പ്രധാനമായും ഉയരുന്ന കാര്യം ഈ ദൈനംദിന കാര്യവുമായി ബന്ധപ്പെട്ടും അവിടെ നേർച്ചയായി വരുന്നതും അല്ലെങ്കിൽ ഈ ലോക്കറിൽ സൂക്ഷിക്കുന്നതും അങ്ങനെയൊക്കെ ഉള്ള കാര്യങ്ങളുണ്ട്. ഇതെല്ലാം തന്നെ പുറത്തുവിടണം എന്ന ഒരു കാര്യമാണ് പ്രധാനമായും ഉയർന്നു വരുന്നത്. സ്വാഭാവികമായും ക്ഷേത്രത്തിൽ അമൂല്യ സ്വത്തുണ്ട് എന്നത് വ്യക്തമായ കാര്യമാണ്. അവിടെ കനത്ത സുരക്ഷ ഏർപ്പെടുത്തുകയും ചെയ്തു. എങ്കിൽ തന്നെയും ഈ ലാഘവത്തോടെ കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്നു. സുരക്ഷാ സംവിധാനം മാത്രം കർശനമാക്കുകയും അവിടെയുള്ള ദൈനംദിന കാര്യങ്ങൾ അതിൽ കാര്യമായ ശ്രദ്ധ ഉണ്ടാകാതെ പോവുകയും ചെയ്യുന്നു. മാസങ്ങൾക്ക് മുൻപാണ് പത്മനാഭസ്വാമി ക്ഷേത്രവുമായി ബന്ധപ്പെട്ട ഓഫീസ് റൂമിൽ ചിക്കൻ ബിരിയാണി വിളമ്പിയത് വലിയ വിവാദമായത്. കാരണം അവിടെ ജോലി ചെയ്യുന്ന ആളുകൾ തന്നെ, ഉന്നത സ്ഥാനത്തുള്ള ആളുകൾ തന്നെ അതിന് നേതൃത്വം നൽകുകയും അവിടെയുള്ള ജീവനക്കാർക്ക് ഇത് നൽകുകയും ചെയ്തു എന്ന അത്യന്തം ഗുരുതരമായ ആരോപണം ഉയർന്നു വന്ന അത് ഹൈക്കോടതി വരെ എത്തിയ കേസാണ്. കോടതിയുടെ വിമർശനമുണ്ടായി. കോടതി അവസാനം അതിൽ ശക്തമായ താക്കീത് നൽകുന്ന നിലയിലേക്ക് വരെ കാര്യങ്ങൾ എത്തിയിരുന്നു. അങ്ങനെ ഈ ഭരണസമിതിയുടെ ഭാഗത്തു നിന്ന് നേരത്തെ ഈ സമ്പത്ത് കണ്ടെത്തുന്നതിന് മുമ്പ്, അല്ലെങ്കിൽ അത് തിരിച്ചറിയുന്നതിന് മുമ്പ് സാധാരണ നിലയിലുള്ള പ്രവർത്തനമായിരുന്നെങ്കിൽ പിന്നീട് കേന്ദ്ര സർക്കാരിന്റെയും സംസ്ഥാന സർക്കാരിന്റെയും രാജകുടുംബത്തിന്റെയും ഒക്കെ പ്രതിനിധികൾ അടങ്ങുന്ന ഒരു ഭരണസമിതിയാണ് നിലവിലുള്ളത്. ആ ഭരണസമിതിയാണ് പ്രവർത്തിക്കുന്നത്. പക്ഷേ ആ ഭരണസമിതി കാര്യക്ഷമമായി ഇടപെടുന്നില്ല. ഇത്തരം തെറ്റായ പ്രവണതകൾ തടയുന്നതിന് കർശനമായ നടപടികൾ സ്വീകരിക്കുന്നില്ല എന്ന കാര്യമാണ് ഇപ്പോൾ പ്രധാനമായും ചൂണ്ടിക്കാട്ടപ്പെടുന്നത്. മാത്രമല്ല ഈ സ്വർണ്ണദണ്ഡ് മോഷണം പോവുകയും അല്ലെങ്കിൽ അങ്ങനെ കവർച്ചയ്ക്കുള്ളൊരു ശ്രമം നടക്കുകയും ഏതാണ്ട് ഒരടിയോളം താഴ്ചയിൽ മണലിൽ നിന്ന് അത് കണ്ടെടുക്കുകയും ചെയ്ത സാഹചര്യമുണ്ട്. ആ സ്ഥലം തന്നെ കുറച്ച് ദുരൂഹത ഉണർത്തുന്നതാണ്. കാരണം CCTV ദൃശ്യങ്ങൾ പതിയാത്ത സ്ഥലമാണ്, ഇടുങ്ങിയ സ്ഥലമാണ്, വെളിച്ചക്കുറവുള്ള പ്രദേശമാണ്. അങ്ങനെ പല പല കാര്യങ്ങൾ ഇങ്ങനെ വരുമ്പോൾ അതെങ്ങനെ ആ സ്ഥലത്ത് തന്നെ ആ ഇരുമ്പ് ദണ്ഡ് കുഴിച്ചിട്ട നിലയിൽ കണ്ടെത്തിയെന്ന ചോദ്യം വലിയ സംശയങ്ങൾ ഉണ്ടാക്കുന്നു. ദുരൂഹമായ ഒരു സാഹചര്യമായി തന്നെയാണ് അവശേഷിക്കുന്നത്. ഇതിൽ പ്രതിയെ കണ്ടെത്തുക എന്നത്, അല്ലെങ്കിൽ അങ്ങനെ ഒരു മോഷണ ശ്രമമാണ് എന്ന് FIR-ൽ പറയുമ്പോഴും പ്രതിയെ കണ്ടെത്തുക എന്നത് എളുപ്പമുള്ള കാര്യമല്ല. കാരണം ഇത്തരം കാര്യങ്ങൾ ഉള്ളതുകൊണ്ട് തന്നെ എങ്ങനെ ആ പ്രതിയിലേക്ക് എത്തും എന്നൊരു ചോദ്യം കൂടി അവശേഷിക്കുന്നു. അവിടെ അന്ന് സ്വർണം കൈകാര്യം ചെയ്ത കാര്യത്തിലും വീഴ്ചയുണ്ടായി എന്ന വിലയിരുത്തലുണ്ട്. പെട്ടിയിൽ ലോക്കറിൽ സൂക്ഷിക്കുമ്പോൾ പെട്ടിക്കുള്ളിൽ തന്നെ ഒരു സഞ്ചിയിലാണ് ഇത്തരം സ്വർണം വെക്കുന്നത്. കാഡ്മിയം ചേർത്ത സ്വർണമാണ്. അത് ഈ ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥരുടെയും സ്വർണം തൂക്കി നോക്കുന്ന ആളിന്റെയും മുന്നിലെത്തി അവരുടെ സാന്നിധ്യത്തിലാണ് ഇത് തുറന്ന് തൂക്കി നോക്കി പരിശോധനയൊക്കെ നടത്തേണ്ടത്. പക്ഷെ അന്ന് ഈ പെട്ടി ലോക്കറിൽ തന്നെ വെച്ച് പെട്ടി എടുക്കാതെ അതിനകത്തു നിന്ന് സഞ്ചി മാത്രം എടുത്തുകൊണ്ട് പോയി എന്ന ഒരു വിവരമാണ് നേരത്തെ വന്നത്. അങ്ങനെയെങ്കിൽ അത് കയ്യിൽ നിന്ന് വീണു എന്ന് കരുതാം. അല്ലെങ്കിൽ അതിൽ എന്തെങ്കിലും അട്ടിമറി ശ്രമം, ഏതാണ്ട് ഒരു 6ഓളം ജീവനക്കാരെ കേന്ദ്രീകരിച്ചാണ് ഇത് സംബന്ധിച്ച പരിശോധനകൾ നേരത്തെ നടന്നത്. ഇവരുടെ മൊഴി രേഖപ്പെടുത്തുകയും ചെയ്തിരുന്നു. ഏതായിരുന്നാലും ഇപ്പോൾ പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ നടക്കുന്ന കാര്യങ്ങൾ ആശാസ്യമല്ല എന്ന വിലയിരുത്തൽ തന്നെയാണ്, അഭിപ്രായം തന്നെയാണ് ക്ഷേത്രവുമായി പ്രവർത്തിക്കുന്നവർക്കും അല്ലെങ്കിൽ അവിടെ എത്തുന്ന ഭക്തർക്കുമൊക്കെ ഉള്ളത്. ശ്രീജ. ശരി, വി വിനോദാണ് വിവരങ്ങൾ നൽകിയത് തിരുവനന്തപുരത്ത് നിന്ന്. മറ്റൊരു വാർത്തയിലേക്ക്. കോഴിക്കോട് മാമി തിരോധാന കേസ്
അന്വേഷണം നിർണായക ഘട്ടത്തിലെത്തി നിൽക്കെ പ്രത്യേക സംഘത്തിൽ ഉദ്യോഗസ്ഥരെ സ്ഥലം മാറ്റി. ഇതിനെതിരെ മാമിയുടെ കുടുംബം ഇപ്പോൾ പ്രതിഷേധവുമായി രംഗത്തെത്തിയിരിക്കുകയാണ്. മാമി തിരോധാന കേസിൽ വീണ്ടും അപ്രതീക്ഷിതമായ ഒരു വഴിത്തിരിവുണ്ടായിരിക്കുന്നു. അന്വേഷണ ഉദ്യോഗസ്ഥരെ പൂർണ്ണമായും മാറ്റിക്കൊണ്ടുള്ളൊരു നീക്കമാണ് സർക്കാരിന്റെ ഭാഗത്തുനിന്നും ഉണ്ടായിരിക്കുന്നത്. ഇതിനെതിരെ കുടുംബം മുഖ്യമന്ത്രിക്കടക്കം പരാതി നൽകിയിട്ടുമുണ്ട്. എന്തായാലും കുടുംബം നമ്മോടൊപ്പമുണ്ട്. ഏറെ പ്രതീക്ഷിച്ചിരുന്നതാണ് ഈ അന്വേഷണ സംഘം ഒരു ലീഡിലേക്ക് എത്തിക്കാൻ കഴിയുമെന്ന്. എന്ത് തോന്നുന്നു ഈ അന്വേഷണം? ലാസ്റ്റ് മന്ത് ഒരു എൻഡിങ്ങിലൊക്കെ ആകുമ്പോഴത്തേക്ക് എന്തെങ്കിലും ഒരു ന്യൂസ് തരാമെന്ന് നമ്മളോട് ക്രൈംബ്രാഞ്ച് പറഞ്ഞിരുന്നു. അപ്പോൾ നമ്മളത് എക്സ്പെക്ട് ചെയ്ത് നിൽക്കുകയായിരുന്നു. അപ്പോഴാണ് അതിൻ്റെ ടീമിനെ ലീഡ് ചെയ്യുന്ന ഡിവൈഎസ്പിയും പിന്നെ അതിൻ്റെ ശേഷം IGക്കും ട്രാൻസ്ഫർ ഉണ്ടെന്ന് നമ്മൾ അറിയുന്നത്. അപ്പം അത് നമ്മൾ ഹോപ്പ് ചെയ്ത് നിൽക്കുകയായിരുന്നു എന്തെങ്കിലും ഒരു വിവരം കിട്ടും എന്നുള്ളത്. പക്ഷെ ഇങ്ങനെ ഒരു ട്രാൻസ്ഫർ നമുക്ക് ഭയങ്കര ഷോക്കിംഗ് ആയിരുന്നു. കുടുംബത്തിനൊരു പ്രതീക്ഷ വരികയായിരുന്നല്ലേ? പ്രത്യേകിച്ച് ഒരു ലീഡ് പറഞ്ഞില്ലെങ്കിൽ പോലും കാര്യമായ കാര്യങ്ങൾ ചെയ്യുന്നുണ്ടായിരുന്നു. തീർച്ചയായിട്ടും നമ്മൾ കഴിഞ്ഞ ഈ മെയ് 7-ാം തീയതി ഈ ടീമിനെ മൊത്തം കണ്ടിരുന്നു. അപ്പം IG പ്രകാശ് സാർ ഞങ്ങൾക്ക് ഉറപ്പ് തന്നിരുന്നു വളരെ അടുത്ത് തന്നെ ഇതൊരു കൺക്ലൂഷനിലേക്ക് എത്തുമെന്നും അത്രയും ക്ലോസ് ആയിട്ട് എല്ലാവരെയും വാച്ച് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നുള്ളത്. അപ്പോൾ അതിനു മുമ്പാണ് DYSP പ്രേമൻ സാറിനെ എന്ത് ചെയ്തെന്ന് ട്രാൻസ്ഫർ ആകുന്നത്. അപ്പോൾ ആ ട്രാൻസ്ഫർ ആയ ഉദ്യോഗസ്ഥൻ എന്ന് പറഞ്ഞാൽ ഈ കേസിന്റെ എല്ലാ ഡീറ്റെയിൽസും വളരെ കൃത്യമായിട്ട് മാസങ്ങളായിട്ട് അന്വേഷിച്ചറിയുന്ന ഒരു ഉദ്യോഗസ്ഥനാണ്. ആ ഉദ്യോഗസ്ഥന് ട്രാൻസ്ഫർ വന്നത്. അപ്പോൾ ഈ പ്രേമൻ സാറിനെ മാറ്റാതിരിക്കാനുള്ള എല്ലാ നടപടികളും ഡിപ്പാർട്ട്മെന്റിന്റെ ഭാഗത്തുനിന്ന് ചെയ്യാൻ പറ്റുന്നതൊക്കെ ചെയ്തിട്ടുണ്ടെന്ന് IG സാർ ഞങ്ങളോട് പ്രോമിസ് ചെയ്തിരുന്നു. ഒപ്പം വളരെ ബോൾഡായിട്ടുള്ള ട്രൂത്ത്ഫുൾ ആയിട്ടുള്ള ഒരു അന്വേഷണ ഉദ്യോഗസ്ഥൻ പ്രകാശ് സാർ IPS ഉദ്യോഗസ്ഥൻ കൂടെയുള്ളത്, അദ്ദേഹം മോണിറ്റർ ചെയ്യുന്നത്, അയാൾ ഈ കേസിൽ ഇടപെടുന്നതൊക്കെ നമുക്ക് ഭയങ്കര പ്രതീക്ഷ ഉണ്ടായിരുന്നു. അപ്പോൾ ഇപ്പോൾ ഈ 9-ാം തീയതി അറിയുന്നത് IG സാറും സ്ഥലം മാറ്റി ട്രാൻസ്ഫർ ആയി എന്നുള്ളതാണ്. അപ്പോൾ അത് ശരിക്കും ഷോക്കിംഗ് ആണ്. ഇതൊരു വലിയ ട്വിസ്റ്റ് ആയല്ലേ? ഒരു ലീഡുകൾ ഏതാണ്ട് ഒരു കൺക്ലൂഷനിലേക്ക് അവർ ഇതിന്റെ ഈ ക്രൈംബ്രാഞ്ച് ഇത് ഏറ്റെടുത്ത മുതൽ ഞങ്ങൾ ആദ്യം മുതൽ ക്രൈംബ്രാഞ്ച് ആയിട്ട് ബന്ധപ്പെടുമ്പോൾ മാമി ആക്ഷൻ കമ്മിറ്റി അതുപോലെ തന്നെ മാമിയുടെ കുടുംബം ബന്ധപ്പെടുമ്പോൾ ഈ ക്രൈംബ്രാഞ്ചിലെ ഉദ്യോഗസ്ഥർ ഞങ്ങളോട് പറഞ്ഞ കാര്യമുണ്ട്. അവർക്ക് ഈ കേസിലേക്ക് ഒരു പ്രസ്റ്റീജാണ്. അവർക്ക് അത്ര ഇത് തെളിയിച്ച് അവരിതിന്റെ പിന്മാറും എന്നുള്ളതിൽ അവർക്കൊരു ഇതുണ്ടായിരുന്നു, നിശ്ചയദാർഢ്യം ഉണ്ടായിരുന്നു. ആ ഒരു മനോവീര്യാണ് ഇപ്പൊ കെടുത്തിയത്. കാരണം മെയ് 1-ാം തീയതിയാണ് ഈ പ്രേമൻ എന്ന് പറയുന്ന ഇതിന്റെ IO ആയ ഇൻവെസ്റ്റിഗേഷൻ ഓഫീസറായ DYSP പ്രേമനെ കണ്ണൂരിലെ ഡിസ്ട്രിക്ട് ക്രൈംബ്രാഞ്ചിലേക്ക് മാറ്റുന്നത്. 9-ാം തീയതിയാണ് ഇതിന്റെ IGയെ മാറ്റുന്നത്. അപ്പൊ നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്താണ്? ഇത്രയും പ്രമാദമായ കേസ് കേരളം മൊത്തം ചർച്ച ചെയ്തു, നിയമസഭയിൽ വന്നു, സബ്മിഷൻ വന്നു, എല്ലാം CM-ന് എല്ലാവർക്കും അറിയുന്ന ഒരു കേസിൽ അന്വേഷണ ഉദ്യോഗസ്ഥരെ കേസ് അന്വേഷണം നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് എവിടെയും എത്താതെ, കേസ് അന്വേഷണം എവിടെയും എത്തിയിട്ടില്ലല്ലോ, കൺക്ലൂഡ് ചെയ്തിട്ടില്ലല്ലോ, ആ സമയത്ത് അവരെ ഉദ്യോഗസ്ഥരെ മാറ്റുക എന്ന് പറഞ്ഞാൽ അതൊരു വല്ലാത്തൊരു എന്താ പറയാ, ഈ കുടുംബത്തോടും അതുപോലെ തന്നെ ഇതിനെ ഏറ്റെടുത്ത ആക്ഷൻ കമ്മിറ്റിയോടും ചെയ്യുന്ന ഒരു അനീതിയായിട്ടാണ് ഞങ്ങൾക്ക് ഇതിനെ കാണാൻ സാധിക്കും. എന്തായാലും കേസിന്റെ ഒരു അവസാന ഘട്ടത്തിലേക്ക് തന്നെ നീങ്ങുകയായിരുന്നു എന്ന സൂചനകളാണ് വന്നത്. കുറച്ച് കാര്യങ്ങൾ കൂടി അന്വേഷണ സംഘത്തിന് വ്യക്തത വേണ്ടിയിരുന്നു. പക്ഷേ അതിനു മുമ്പ് തന്നെ ഇപ്പോൾ അന്വേഷണ സംഘത്തെ മാറ്റിയിരിക്കുന്നു. ഇതിന് പിന്നിൽ എന്താണ് ഇടപെടൽ, അല്ലെങ്കിൽ സ്വാഭാവികമായൊരു നടപടിക്രമം മാത്രമാണോ ഈ സ്ഥലമാറ്റത്തിന് പിന്നിൽ ഉണ്ടായിരുന്നത് എന്ന സംശയമാണ് ബാക്കിയാവുന്നത്. അനീഷാണ് വിവരങ്ങൾ നൽകിയത് കോഴിക്കോട് നിന്ന്. സൗന്ദര്യവർദ്ധക ചികിത്സാ പിഴവിന് അന്വേഷണം നേരിടുന്ന തിരുവനന്തപുരത്തെ കോസ്മെറ്റിക് ഹോസ്പിറ്റലിനെതിരെ ചികിത്സാ പിഴവിന് നേരത്തെയും കേസ്. 2021 ഇവിടെ സമാന ശസ്ത്രക്രിയയ്ക്ക് വിധേയനായ കൊട്ടാരക്കര സ്വദേശി അമൃത് രാജിന്റെ മരണം ചികിത്സാ പിഴവ് കാരണമാണെന്ന ബന്ധുക്കളുടെ പരാതിയിൽ പേട്ട പോലീസാണ് അന്ന് FIR ഇട്ടത്. ചികിത്സാ പിഴവിനെ തുടർന്നായിരുന്നു മരണമെന്ന് മെഡിക്കൽ ബോർഡും കണ്ടെത്തിയിരുന്നു. എന്നിട്ടും പ്രവർത്തനം തുടർന്ന ക്ലിനിക്കിനെതിരെ നടപടി ആവശ്യപ്പെട്ട് മുഖ്യമന്ത്രിക്ക് പരാതി നൽകാൻ ഒരുങ്ങുകയാണ് അമൃത് രാജിന്റെ കുടുംബം. ന്യൂസ് 18 എക്സ്ക്ലൂസീവ്. ാണ് കൊട്ടാരക്കര പുത്തൂർ സ്വദേശി അമൃത് രാജ് വയറിലെ കൊഴുപ്പ് നീക്കാൻ ശസ്ത്രക്രിയയ്ക്ക് വിധേയനായത്. ജൂൺ 11-നായിരുന്നു ശസ്ത്രക്രിയ. 12-ന് വീട്ടിലേക്ക് പോയപ്പോൾ തന്നെ അവശനായി. ഡോക്ടർ ബിബിലേഷിനെ വിളിച്ചപ്പോൾ കഞ്ഞിവെള്ളം കുടിച്ചാൽ ക്ഷീണം മാറുമെന്ന മറുപടി. തീരെ അവശനായതോടെ അമൃത് രാജ് 18-ന്
തിരുവനന്തപുരം പേട്ടയിലെ ക്ലിനിക്കിലെത്തി. ആരോഗ്യനില മോശമെന്ന് കണ്ട് ബിബിലേഷ് തന്നെ അമൃത്രാജിനെ ആനയറയിലെ ലോർഡ്സ് ആശുപത്രിയിലേക്ക് മാറ്റി. വീട്ടുകാരെത്തിയപ്പോൾ ഹൃദയാഘാതമുണ്ടായെന്നും രക്ഷിക്കാൻ തീവ്ര ശ്രമം നടത്തുകയാണെന്നും മറുപടി. മറ്റൊരു ആശുപത്രിയിലേക്ക് മാറ്റാൻ ശ്രമിക്കുന്നതിനിടെ അമൃത്രാജ് മരിച്ചെന്ന് ബന്ധുക്കളെ അറിയിച്ച് ആശുപത്രി അധികൃതർ കൈകഴുകി. പുള്ളി പറഞ്ഞത് ബില്ലുണ്ട്, ഡിസ്ചാർജ് ബില്ലുണ്ട്, അതൊന്ന് പേ ചെയ്യണം. ഞാൻ പറഞ്ഞു ഓക്കെ, ഞാൻ പേ ചെയ്യാമെന്ന് പറഞ്ഞു. 10,000 രൂപയാണ് ബില്ല്. അത് താഴെ ഞാൻ കൗണ്ടറിൽ പോയി, അത് ഈ താഴെയാണ്, ഈ ഫസ്റ്റ് വന്ന കൗണ്ടറിൽ താഴെ വന്നു. ബില്ല് പേ ചെയ്തിട്ട് ഞാൻ ആ ഗ്രൗണ്ടിൽ നിന്ന് ഇറങ്ങി ആംബുലൻസ് കിടക്കുന്നിടത്തോട്ട് വന്നപ്പോൾ എന്നെ മേളിൽ നിന്ന് അവർ വിളിച്ചു, ഒന്ന് മേളിലോട്ട് വരണമെന്ന് പറഞ്ഞു. ഞാൻ മേളിലോട്ട് ചെല്ലുമ്പോൾ അപ്പം ബിബിലേഷ് ഇല്ല അവിടെ. അപ്പോൾ ഈ മിസ്റ്റർ ഹരിദാസ്, ഐ തിങ്ക് ആ ഡോക്ടറായിരുന്നു, അതിൻ്റെ MD ആണെന്ന് പറഞ്ഞു, പുള്ളിയുടെ ആണ് ഹോസ്പിറ്റലെന്ന് പറഞ്ഞു. പുള്ളി എന്നെ ക്യാബിനിൽ വിളിച്ചുകൊണ്ട് പോയിട്ട് കുറേ കാര്യങ്ങൾ പറഞ്ഞിട്ട് അവസാനം ഞാൻ ചോദിച്ചു എന്താണ് എൻ്റെ അനിയൻ്റെ അവസ്ഥയെന്ന് പറഞ്ഞപ്പോൾ പറഞ്ഞത് ആള് പോയി എന്നാണ് പറയുന്നത്. ചികിത്സാ പിഴവ് ആരോപിച്ച് കുടുംബം പേട്ട പോലീസിൽ പരാതി നൽകി. FIR ഇട്ട് അന്വേഷണം തുടങ്ങി. മരണകാരണം ഹൃദയാഘാതമെങ്കിലും മരണത്തിലേക്ക് നയിച്ചത് ശസ്ത്രക്രിയയെ തുടർന്നുണ്ടായ ആരോഗ്യ പ്രശ്നങ്ങളെന്ന് വ്യക്തമാക്കുന്നതായിരുന്നു മെഡിക്കൽ ബോർഡിന്റെ റിപ്പോർട്ട്. എന്നിട്ടും ക്ലിനിക്കിനെതിരെ നടപടി ഉണ്ടായില്ല. പേട്ടയിൽ ഒരു വീടിന്റെ മുകൾ നിലയിൽ പ്രവർത്തിച്ചിരുന്ന ക്ലിനിക്ക് അരശമൂട്ടിലെ ബഹുനില മന്ദിരത്തിലേക്ക് വളർന്നു. ഒടുവിൽ നീതു എന്ന 31-കാരിയെ കൊല്ലാക്കൊല ചെയ്തു. നീതുവിന്റെ ദുരവസ്ഥ അറിഞ്ഞതോടെയാണ് അമൃത്രാജിന്റെ കുടുംബവും നീതി തേടി ഇറങ്ങുന്നത്. എൻ്റെ അനിയനും ഇതേ ഇൻസിഡൻറ്റ്, ആ മെഡിക്കൽ റിപ്പോർട്ട് എനിക്ക് വിശ്വാസമല്ലാത്തതുകൊണ്ട് എനിക്ക് അപ്പെക്സിൽ പോകണം. ഞാനിത് ഇനിയിപ്പം CM-നെ കാണുക, ഞങ്ങളുടെ പ്രശ്നങ്ങൾ അദ്ദേഹത്തിനോട് പറയുക, DGPയെ കാണുക, എന്തുകൊണ്ട് എനിക്ക് ഈ നീതി നിഷേധം ഉണ്ടായി എന്ന് അദ്ദേഹത്തിനോട് പറഞ്ഞാലേ എന്തുകൊണ്ട് ഇത് അപ്പെക്സിൽ പോയില്ല, അല്ലെങ്കിൽ ആ ഡൗട്ട് വെച്ചിട്ട് പോകാമായിരുന്നു, ശ്രദ്ധിക്കാമായിരുന്നു. പേട്ടയിലെ ക്ലിനിക്ക് മുട്ടത്തറയിലേക്ക് മാറി. കൊട്ടാരക്കരയിലെ അമൃത്രാജിന്റെ സ്ഥാനത്ത് മുട്ടത്തറയിലെ നീതു വന്നു. ഇതിനപ്പുറം നീതുവും അമൃത്രാജും അനുഭവിച്ചത് ഒരേ വേദനയാണ്. ഇരു കുടുംബങ്ങൾക്കും പറയാനുള്ളത് ഒരേ കഥയാണ്. നീതുവിന് ജീവനെങ്കിലും തിരിച്ചു കിട്ടിയെന്ന് ആശ്വസിക്കാം. ഡോക്ടർമാരുടെ ഭാഷയിൽ നീതുവിന് സംഭവിച്ചത് ക്ലിനിക്കൽ ആക്സിഡന്റ് മാത്രമാണ്. ഇനിയെങ്കിലും ഇത്തരം ക്ലിനിക്കൽ ആക്സിഡന്റുകൾക്ക് ഇരകളുണ്ടാകാതെ നോക്കേണ്ടത് സർക്കാരാണ്. VV അരുൺ, ന്യൂസ് 18, തിരുവനന്തപുരം. വിവരങ്ങളുമായി VV വിനോദ് ചേർന്നു. വിനോദ്, ഈ നീതുവിൻ്റെ വാർത്ത പുറത്തു വന്നപ്പോഴാണ് നീതുവിൻ്റെ കുടുംബം ഇതാദ്യമായല്ല അവിടെ ഇങ്ങനെ ഒരു സംഭവം ഉണ്ടാവുന്നത്. കൊട്ടാരക്കരയിലെ ഒരു അമൃത്രാജിനും ഇതേ അനുഭവമുണ്ടായി, അയാൾക്ക് ജീവൻ നഷ്ടപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടായി എന്ന അവരുടെ വാക്കുകളിൽ നിന്നാണ് നമ്മൾ ആദ്യം കേട്ടത്. ഇപ്പോൾ അന്വേഷിച്ചു പോകുമ്പോൾ നീതുവിന് സംഭവിച്ചതിന് സമാനമായ രീതിയിൽ തന്നെയാണ് അമൃതിനും അന്ന് സംഭവിച്ചത്. അമൃതിൻ്റെ ജീവൻ നഷ്ടപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടായി. അന്നത് ഈ ശസ്ത്രക്രിയയെ തുടർന്നുണ്ടായ പിഴവാണെന്ന് പറഞ്ഞു. പക്ഷേ അപകട സാധ്യതയുള്ള ഒരു ചികിത്സാ രീതി തന്നെയാണിത് എന്നൊക്കെ ഡോക്ടർമാർ വിശദീകരിക്കുമ്പോൾ പോലും ഒരേ തരത്തിൽ അപകടം വീണ്ടും ഉണ്ടായിട്ടുണ്ടെങ്കിൽ അവിടെ എന്തോ പ്രശ്നമുണ്ട് എന്ന രീതിയിൽ ഒരു പരിശോധന ഉണ്ടായിട്ടില്ല എന്നത് വലിയ വീഴ്ചയല്ലേ? ഷുജ, ഒരാൾക്ക് ജീവൻ നഷ്ടമാകുന്നു, മറ്റൊരാൾക്ക് ഇപ്പോൾ ജീവന് വേണ്ടി മല്ലടിക്കുന്ന സാഹചര്യമാണ്. അപ്പോഴും ഈ നിയമപരമായി ക്ലിനിക്കിന് അനുകൂലമായ സമീപനമാണ് പലപ്പോഴും അധികാര കേന്ദ്രങ്ങളിൽ നിന്നുണ്ടായതെന്ന് വ്യക്തമാണ്. കാരണം ഇപ്പോൾ നീതുവിന്റെ ഈ കേസ് നടക്കുന്നതിന് മുൻപ് തന്നെ ഇതിന്റെ ലൈസൻസുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളുണ്ടായിരുന്നു. നീതുവിന് ഈ അത്യാഹിതം സംഭവിക്കുമ്പോൾ വിവരാവകാശ പ്രകാരം അതിലെ കാര്യങ്ങൾ ആരാഞ്ഞിരുന്നു. അപ്പോഴാണ് മനസ്സിലാകുന്നത് നേരത്തെ നൽകിയ ഒരു പരാതിയുടെ അടിസ്ഥാനത്തിൽ മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്ന് ഈ ക്ലിനിക്കുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ DMOയുടെ ഓഫീസിലേക്ക് കാര്യങ്ങൾ ചോദിച്ച് അറിഞ്ഞിരുന്നു. അങ്ങനെ മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്ന് വിവരങ്ങൾ ചോദിച്ചുള്ള കത്ത് വന്നിരുന്നു. ആ കത്തിന് മറുപടി നൽകും മുൻപ് തന്നെ അതിനുശേഷം വന്ന ഈ ലൈസൻസുമായി ബന്ധപ്പെട്ട അപേക്ഷയിൽ, പുതിയ ലൈസൻസുമായി ബന്ധപ്പെട്ട അപേക്ഷയിൽ തിടുക്കത്തിൽ നടപടി ഉണ്ടായി എന്നതാണ് അത്ഭുതപ്പെടുത്തുന്ന കാര്യം. അതായത് മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്ന് കാര്യങ്ങൾ ചോദിച്ചുകൊണ്ടുള്ള കത്തിന് മറുപടി കൊടുക്കുന്നതിന്റെ വേഗത്തെക്കാൾ വേഗത്തിൽ ഈ ക്ലിനിക്കിന് അനുകൂലമായ നടപടികളുമായി ചില നീക്കങ്ങൾ നടന്നുവെന്നാണ് വിലയിരുത്തേണ്ടത്. ഇപ്പോഴാണ് ഈ 2021 അമൃതരാജിന്റെ കേസ്, കൊട്ടാരക്കര സ്വദേശിയാണ് അമൃതരാജിന്റെ കേസ് ഇപ്പോൾ പുറത്തു വരുന്നത്. അമൃതരാജിന്റെ കുടുംബം ഈ നീതുവിന്റെ ഈ കേസ് വന്നതോടുകൂടിയാണ് അവരും പരാതിയായി രംഗത്തെത്തിയിരിക്കുന്നത്.
അവർ പറയുന്നതും സമാനമായ രീതിയിൽ തന്നെയാണ്. ഈ കൊഴുപ്പ് നീക്കുന്ന ശസ്ത്രക്രിയയാണ്. ഈ ശസ്ത്രക്രിയയ്ക്ക് അമൃതരാജ് വിധേയനാകുന്നു. പിന്നീട് സ്ഥിതി ഗുരുതരമാകുന്നു. ആ ഗുരുതരമാകുന്നതോടുകൂടി തിരുവനന്തപുരത്ത് തന്നെ മറ്റൊരു സ്വകാര്യ ആശുപത്രിയിലേക്ക് മാറ്റുകയാണ്. അവിടെ വെച്ച് ഈ അത്യാസന്ന നിലയിലാവുകയും പിന്നീട് ജീവൻ നഷ്ടമാകുകയും ചെയ്യുന്നു. ഈ ശസ്ത്രക്രിയ നടത്തിയ ഡോക്ടറുമായി ബന്ധപ്പെടുമ്പോൾ ആദ്യം കഞ്ഞിവെള്ളം കൊടുക്കാനാണ് പറയുന്നതെന്നാണ് അമൃതരാജിന്റെ ബന്ധുക്കൾ വ്യക്തമാക്കുന്നത്. അതായത് നീതുവിനോട് എന്ത് പറഞ്ഞോ അതേ കാര്യം തന്നെയാണ്. നീതുവിനോടും ഈ തരത്തിൽ ഉപ്പിട്ട വെള്ളം കുടിക്കാനാണ് പറയുന്നത്. ആരോഗ്യനില വഷളായപ്പോൾ ആ വിവരം അറിയിച്ചപ്പോൾ വളരെ നിസ്സാരമായി കൈകാര്യം ചെയ്തുവെന്ന പരാതിയാണ് ഉയർന്നു വരുന്നത്. മാത്രമല്ല ഇതിൽ ഡോക്ടർമാരുടെ സംഘടനയുണ്ട്, IMA ഉണ്ട്. IMA ഇതൊരു ക്ലിനിക്കൽ ആക്സിഡന്റ് അങ്ങനെയാണ് കാണുന്നത്. അതായത് ഒരു അപകടം സംഭവിക്കുന്നു, അല്ലാതെ ഇതൊരു ചികിത്സാ പിഴവ് എന്ന നിലയിലേക്ക് അവർ എത്തുന്നില്ല. അവിടെയാണ് പരാതികൾ കൂടുതൽ ഉയർന്നു വരുന്നത്. ശക്തമായ അന്വേഷണം വേണമെന്ന ആവശ്യം കൂടി കുടുംബങ്ങളുടെ ഭാഗത്തു നിന്ന് ഉയർന്നു വരുന്നത്. ഏതായിരുന്നാലും മെഡിക്കൽ ബോർഡിന്റെ റിപ്പോർട്ട് നേരത്തെ വന്നിരുന്നു. നീതുവിന്റെ കാര്യത്തിലും അമൃതിന്റെ കാര്യത്തിലും വീഴ്ചകളുണ്ടായെന്ന സൂചിപ്പിക്കുന്ന തരത്തിൽ തന്നെയാണ് ഈ റിപ്പോർട്ടുകൾ വന്നിട്ടുള്ളത്. പക്ഷേ ഇതിന്റെ അപ്പലേറ്റ് അതോറിറ്റി എന്ന നിലയ്ക്ക് വിശദമായ അന്വേഷണം ആരോഗ്യവകുപ്പ് നടത്തണം, ഇതിൽ കർശനമായ നടപടി കൈക്കൊള്ളണം എന്ന കാര്യമാണ് രണ്ട് കുടുംബവും ആവശ്യമായി ഉന്നയിക്കുന്നത്. നീതുവിന്റെ വിരലുകൾ, കാലിലെയും കൈയിലെയും വിരലുകൾ മുറിച്ചു മാറ്റുന്ന അവസ്ഥയിലാണ്. വയർ ഇപ്പോഴും തുന്നിക്കെട്ടാൻ പറ്റാത്ത അവസ്ഥയിലുമാണ്. അണുബാധ അത്രയ്ക്ക് യുവതിയെ ബാധിച്ചിട്ടുണ്ട്. പ്രസവാനന്തരമാണ് ഈ ശസ്ത്രക്രിയയ്ക്ക് വിധേയയായത്. ഇങ്ങനെ രണ്ട് ദുരനുഭവങ്ങളാണ് രണ്ട് കുടുംബങ്ങൾക്ക് ഈ ഒരേ സ്ഥാപനത്തിൽ നിന്ന് ഉണ്ടായിരിക്കുന്നത്. ശ്രീജ, ശരി, വിനോദാണ് വിവരങ്ങൾ നൽകിയത്. എന്തായാലും ഇത്തരത്തിലുള്ള പരാതികൾ കൂടുതൽ വരുമ്പോൾ എന്തായാലും അമൃതിന്റെ കുടുംബം ഇക്കാര്യത്തിൽ മുഖ്യമന്ത്രിയെ കാണാനും DGP നേരിട്ട് കാണാനും ഒക്കെ ആലോചിക്കുകയാണ്. അങ്ങനെയെങ്കിൽ ഈ യാദൃച്ഛികമായി ഉണ്ടായ ഒരു സംഭവം എന്നതിനപ്പുറത്തേക്ക് കാര്യമായ വീഴ്ച ഉണ്ടായിട്ടുണ്ടോ, അല്ലെങ്കിൽ എന്തുകൊണ്ട് ഇങ്ങനെ വീണ്ടും ഒരു സംഭവം ഉണ്ടായി, ഈ കാര്യങ്ങളിലൊക്കെ അന്വേഷണം നടക്കട്ടെ. നീതുവിനും അമൃതിനും നീതി കിട്ടട്ടെ. ഇടവേളയ്ക്ക് ശേഷം മറ്റു വാർത്തകളിലേക്ക് എത്താം. KPCC പുനഃസംഘടനയിലെ അഭിപ്രായ വ്യത്യാസങ്ങൾ മറ നീക്കി പുറത്തെത്തിയതിന് പിന്നാലെ ഗ്രൂപ്പ് പ്രവർത്തനം സജീവമാക്കാൻ ഒരുങ്ങിയ അസംതൃപ്തർ. KPCCയുടെ പുതിയ നേതൃനിര ചുമതലയേറ്റ ശേഷം A ഗ്രൂപ്പിന്റെ രഹസ്യയോഗം MM ഹസന്റെ വസതിയിൽ ചേർന്നതായാണ് സൂചന. കൊടിക്കുന്നിൽ സുരേഷ് നടത്തിയ വിമർശനം ഏറ്റെടുത്ത് ദളിത് സംഘടനകളും രംഗത്തെത്തിയിട്ടുണ്ട്. MM ഹസനെ UDF കൺവീനർ സ്ഥാനത്ത് നിന്ന് മാറ്റിയതിലുള്ള കടുത്ത അമർഷത്തിലാണ് മുസ്ലിം ജമാഅത്ത് ഉൾപ്പെടെയുള്ള സംഘടനകൾ. അതേസമയം ഹസനെതിരായ നീക്കം A ഗ്രൂപ്പിനോടുള്ള അവഗണനയായാണ് ഗ്രൂപ്പ് നേതൃത്വം വിലയിരുത്തുന്നത്. തിങ്കളാഴ്ച സണ്ണി ജോസഫിന്റെ നേതൃത്വത്തിലുള്ള KPCC ഭാരവാഹികൾ ചുമതലയേറ്റതിന് പിന്നാലെ MM ഹസന്റെ വസതിയിൽ ചേർന്ന A ഗ്രൂപ്പിന്റെ രഹസ്യ യോഗത്തിൽ പുനഃസംഘടനയിലെ വിയോജിപ്പ് പരസ്യ ചർച്ചയായതായാണ് വിവരം. സ്വന്തം നില ഭദ്രമാക്കുന്നതിനായി ഗ്രൂപ്പ് സംവിധാനങ്ങളെ ഉപയോഗിച്ച യുവ നേതാവിനോട് ഇനി വിട്ടുവീഴ്ച വേണ്ടെന്നും നേതാക്കൾ യോഗത്തിൽ തുറന്നടിച്ചു. പുറമെ A ഗ്രൂപ്പ് എന്ന് പ്രചരിപ്പിക്കുകയും രഹസ്യമായി അന്തർധാരകൾ ഉണ്ടാക്കുകയും ചെയ്യുന്ന നേതാക്കളോട് മൃദു സമീപനം വേണ്ടെന്നും അഭിപ്രായമുയർന്നു. അതേസമയം സ്ഥാനാരോഹണ ചടങ്ങിൽ കൊടിക്കുന്നിൽ സുരേഷ് നടത്തിയ പരസ്യ വിമർശനം ദളിത് സംഘടനകളും ഏറ്റുപിടിച്ചിട്ടുണ്ട്. കോൺഗ്രസ് ഈഴവ വിരുദ്ധ പാർട്ടിയായി മാറിയെന്ന വെള്ളാപ്പള്ളി നടേശന്റെ വിവാദ പരാമർശത്തിന് പിന്നാലെയാണ് നേതൃത്വത്തെ വെട്ടിലാക്കി പ്രവർത്തക സമിതി അംഗം കൂടിയായ കൊടിക്കുന്നിൽ സുരേഷും ദളിതരോടുള്ള അവഗണനയ്ക്കെതിരെ നിലപാട് പരസ്യമാക്കിയത്. വരാനിരിക്കുന്ന DCC പുനഃസംഘടനയിൽ ഗ്രൂപ്പ് സമവാക്യങ്ങൾ പാലിക്കപ്പെട്ടില്ലെങ്കിൽ നിലപാട് കടുപ്പിക്കാനാണ് ഗ്രൂപ്പ് നേതാക്കളുടെ തീരുമാനം. അതിനിടെ ഗ്രൂപ്പ് പ്രവർത്തനങ്ങൾക്കെതിരെ വിട്ടുവീഴ്ചയില്ലാത്ത നിലപാട് സ്വീകരിക്കുമെന്ന് നേരത്തെ വ്യക്തമാക്കിയ ഹൈക്കമാൻഡ് പുതിയ സാഹചര്യങ്ങളോട് എങ്ങനെ പ്രതികരിക്കുമെന്നതാണ് ഇനി അറിയാനുള്ളത്. ഡാൻ കുര്യൻ, ന്യൂസ് 18, തിരുവനന്തപുരം. ഇന്നലെ എറണാകുളം ഫോർട്ട് കൊച്ചിയിൽ നിന്ന് കാണാതായ 3 കുട്ടികളെയും തിരുവനന്തപുരത്ത് നിന്ന് കണ്ടെത്തിയെന്ന ആശ്വാസകരമായൊരു വാർത്തയുണ്ട്. റെയിൽവേ സ്റ്റേഷൻ പരിസരത്ത് ഈ കുട്ടികൾ ഇങ്ങനെ കറങ്ങി നടക്കുന്ന പോലീസിന്റെ ശ്രദ്ധയിൽപ്പെടുകയായിരുന്നു. ഇപ്പോൾ അവർ സുരക്ഷിതരായി തമ്പാനൂർ സ്റ്റേഷനിലാണ്. വിവരങ്ങളുമായി VV വിനോദ് ചേരുന്നു. വിനോദ്, ഈ കുട്ടികൾ സ്ഥലം വിട്ടു പോകുന്നതൊക്കെ ഇപ്പോൾ സ്ഥിര സംഭവമാവുകയാണ്. അതിന് കാരണമായി പറയുന്നത് സ്ഥലം കാണാൻ ഇറങ്ങി എന്നൊക്കെ കേൾക്കുമ്പോൾ വീട്ടുകാരുടെ നെഞ്ചിലായിരിക്കും ആദ്യം മുഴുവൻ. ഇപ്പോൾ ഇവർ തമ്പാനൂർ സ്റ്റേഷനിലാണ് ഉള്ളതെന്ന് അറിയുന്നു. വീട്ടുകാർ ഇങ്ങോട്ടേക്ക് എത്തിയോ? എന്തൊക്കെയാണ് വിവരങ്ങൾ?
കഴിഞ്ഞ ദിവസമാണ് ശ്രീജ ഫോർട്ട് കൊച്ചിയിലെ 3 9ാം ക്ലാസ് വിദ്യാർത്ഥികൾ അവിടെ നിന്ന് അവരെ കാണാതാകുന്നത്. ഇപ്പോൾ തമ്പാനൂർ സ്റ്റേഷനിൽ ഇവരുണ്ട്. കഴിഞ്ഞ ദിവസം രാത്രി തന്നെ തിരുവനന്തപുരത്തെത്തിയ ട്രെയിനിൽ നിന്നാണ് ഇവരെ കണ്ടെത്തിയത്. കുട്ടികൾ റെയിൽവേ സ്റ്റേഷനിൽ ചുറ്റിത്തിരിയുന്നത് കണ്ട പോലീസുകാർ ഇവരെ സ്റ്റേഷനിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി കാര്യങ്ങൾ ചോദിച്ചപ്പോഴാണ് വീട്ടിൽ നിന്ന് എത്തിയതാണ്, ഫോർട്ട് കൊച്ചിയിൽ നിന്ന് വരുന്നതാണെന്ന് വിവരം പറഞ്ഞത്. ഇതിൽ ഫോർട്ട് കൊച്ചി ലാസർ മാർക്കറ്റിന് സമീപം താമസിക്കുന്ന ഷമീറിന്റെ മക്കളായ 15-കാരൻ മുഹമ്മദ് അഫ്രീദി, 13-കാരൻ മുഹമ്മദ് ഹഫീസ്, അയൽവാസിയായ ഫറാദിന്റെ മകൻ 15-കാരൻ അദീൽ, ഈ 3 കുട്ടികളുമാണ് വീട്ടിൽ നിന്ന് പുറപ്പെട്ടു പോയത്. ഇവരുടെ കയ്യിൽ വസ്ത്രങ്ങളടങ്ങിയ ബാഗുമുണ്ടായിരുന്നു. സ്ഥലം കാണുന്നതിന് വേണ്ടി വീട് വിട്ടിറങ്ങി എന്ന കാര്യമാണ് കുട്ടികൾ പറയുന്നത്. ഇവരിൽ നിന്ന് കൂടുതൽ കാര്യങ്ങൾ ചോദിച്ച് മനസ്സിലാക്കുന്നുണ്ട്. കൊച്ചിയിൽ നിന്ന് രക്ഷിതാക്കൾ പുറപ്പെട്ടിട്ടുണ്ട്. അല്പസമയത്തിന് ശേഷം ഈ സ്റ്റേഷനിൽ എത്തി പോലീസ് കാര്യങ്ങൾ ചോദിച്ച് മനസ്സിലാക്കിയ ശേഷം പിന്നീട് ആവശ്യമായ നടപടികൾ സ്വീകരിക്കും. ഒന്നുകിൽ കുട്ടികളെ രക്ഷിതാക്കൾക്കൊപ്പം വിടും, അല്ലെങ്കിൽ ചൈൽഡ് വെൽഫെയർ കമ്മിറ്റിയുണ്ട്, തുടങ്ങിയ സംവിധാനങ്ങളുണ്ട്, അങ്ങോട്ടേക്ക് മാറ്റണം. ആ കേസ് അവിടേക്ക് നൽകണമെങ്കിൽ ആ നിലയ്ക്കുള്ള നടപടികൾ സ്വീകരിക്കും. ശ്രീജ. ശരി, വി വിനോദാണ് വിവരങ്ങൾ നൽകിയത്. ഫോർട്ട് കൊച്ചിയിൽ നിന്ന് കാണാതായ 3 കുട്ടികളെയും ഇവിടെ തിരുവനന്തപുരത്താണ് കണ്ടെത്തിയത്. റെയിൽവേ സ്റ്റേഷൻ പരിസരത്ത് തന്നെ ഇവരുണ്ടായിരുന്നു. പോലീസ് സ്റ്റേഷനിലാണ് ഇപ്പോൾ ഉള്ളത്. സുരക്ഷിതരായിരിക്കുന്നു. നാട് കാണാൻ ഇറങ്ങിയതാണ് എന്നാണ് കുട്ടികൾ പറയുന്നത്. നമ്മുടെ കുട്ടികളോട് ഇങ്ങനെ വീട്ടുകാരെ ആധിപ്പെടുത്തുന്ന രീതിയിലുള്ള നാട് കാണലൊക്കെ വേണ്ട എന്ന് നമുക്ക് വളരെ സ്നേഹത്തോടെ പറഞ്ഞ് മനസ്സിലാക്കാൻ ശ്രമിക്കാം. മറ്റു വാർത്തകളിലേക്ക് പോകാം. സർക്കാരിൻ്റെ 4ാം വാർഷികത്തോടനുബന്ധിച്ച് മലപ്പുറം കോട്ടക്കുന്നിൽ നടന്ന എൻ്റെ കേരളം പ്രദർശന വിപണന മേളയ്ക്ക് പ്രൗഢഗംഭീരമായ സമാപനം. പൊന്നാനി MLA നന്ദകുമാറാണ് സമാപന സമ്മേളനം ഉദ്ഘാടനം ചെയ്തത്. മലപ്പുറം കോട്ടക്കുന്നിന്റെ മണ്ണിൽ സംസ്ഥാന സർക്കാരിന്റെ 4ാം വാർഷികത്തോടനുബന്ധിച്ച് നടത്തിയ എന്റെ കേരളം പ്രദർശന വിപണനമേള അക്ഷരാർത്ഥത്തിൽ ജനകീയമായിരുന്നു. സംസ്ഥാന സർക്കാരിന്റെ 90ഓളം വകുപ്പുകളുടെയും വിവിധ സ്ഥാപനങ്ങളുടെയും സഹകരണത്തോടെ ഇൻഫർമേഷൻ പബ്ലിക് റിലേഷൻ വകുപ്പിന്റെ നേതൃത്വത്തിലായിരുന്നു മേളയുടെ സംഘാടനം. സംസ്ഥാനത്തിന് തന്നെ മാതൃകയാകുന്ന വികസന പ്രവർത്തനങ്ങൾക്ക് വേണ്ടത് ഒന്നിച്ചുള്ള പ്രവർത്തനമെന്ന് സമാപന സമ്മേളനം ഉദ്ഘാടനം ചെയ്തുകൊണ്ട് പി നന്ദകുമാർ MLA പറഞ്ഞു. നമ്മളെ മലപ്പുറം നിവാസികളെ സംബന്ധിച്ചിടത്തോളം ഒരു പുതുമ നൽകുന്നതായിരുന്നു. കഴിഞ്ഞ 9 വർഷക്കാലത്തെ, പ്രത്യേകിച്ച് ഈ 4 വർഷക്കാലത്തെ ഈ ഗവൺമെൻറ്റിൻ്റെ പ്രവർത്തനങ്ങൾ വിലയിരുത്തുകയും സേവന മേഖലയ്ക്കകത്ത് ഇടപെടുന്നതിനെ സംബന്ധിച്ചിടത്തോളം അത് ഉപകാരപ്രദമായ രൂപത്തിലേക്ക് ജനങ്ങളിലേക്ക് എത്തിക്കുന്ന കാര്യവും സൂചിപ്പിക്കുന്ന സ്റ്റാളുകളും ഇവിടെ ഉണ്ടായിരുന്നു. കഴിഞ്ഞ 9 വർഷത്തെ സർക്കാരിന്റെ നേട്ടങ്ങൾ മേളയിൽ പ്രദർശിപ്പിച്ചു. വിവിധ വകുപ്പുകളുടെ സ്റ്റാളുകൾ സർക്കാരിന്റെ വ്യത്യസ്ത പദ്ധതികളെക്കുറിച്ച് ജനങ്ങൾക്ക് അറിവ് നൽകുന്ന രീതിയിലാണ് ക്രമീകരിച്ചത്. 90ഓളം സർക്കാർ വകുപ്പുകളുടെയും സ്ഥാപനങ്ങളുടെയും 150ഓളം സ്റ്റാളുകൾ, വിവിധ വകുപ്പുകളുടെ സേവനം ലഭ്യമാകുന്ന സർവീസ് സ്റ്റാളുകൾ, 2000 ചതുരശ്ര അടിയിൽ PRDയുടെ എന്റെ കേരളം 1ാമത് ചിത്രീകരണം, കൃഷി വകുപ്പിന്റെ നേതൃത്വത്തിൽ കാർഷികമേള, കുടുംബശ്രീയുടെ രുചി വൈവിധ്യങ്ങളുടെ ഭക്ഷ്യമേള, ടൂറിസം അനുഭവങ്ങൾ പുനരാവിഷ്കരിക്കുന്ന ടൂറിസം വകുപ്പിന്റെ പ്രദർശനം, സാങ്കേതിക മികവ് തെളിയിക്കുന്ന കിഫ്ബിയുടെ പ്രദർശന പവലിയൻ, IT വകുപ്പിന്റെയും സ്റ്റാർട്ടപ്പുകളുടെയും ടെക്നോ ഡെമോ ഏരിയ, സ്പോർട്സ് സോൺ, വൈവിധ്യവും വിജ്ഞാനപ്രദവുമായ സ്റ്റാളുകൾ, മിനി തിയേറ്റർ എല്ലാം ശീതീകരിച്ച പന്തലിനകത്ത് സജ്ജമാക്കിയിരുന്നു. 7 ദിവസങ്ങളിലായി വിവിധ വകുപ്പുകളുടെ കാലിക പ്രസക്തമായ സെമിനാറുകളും വൈകിട്ട് കലാപരിപാടികളും മേളയുടെ ഭാഗമായി നടന്നു. സമാപന ചടങ്ങിന് ശേഷം പ്രസീത ചാലക്കുടിയും സംഘവും നടത്തിയ മ്യൂസിക്കൽ നൈറ്റ് അരങ്ങിലെത്തി. ന്യൂസ് 18 മലപ്പുറം. സംസ്ഥാനത്ത് ഇന്നും കാര്യമായ രീതിയിൽ മഴയുണ്ടാവും. മഴ ശക്തമാവുകയാണ്. ഇന്ന് 7 ജില്ലകളിൽ യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. മൺസൂൺ ഇന്നലെ ആൻഡമാൻ ദ്വീപുകളിൽ എത്തിച്ചേർന്ന വിവരങ്ങൾ കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം പുറത്തുവിട്ടിരുന്നു. ഈ മാസം അവസാനത്തോടെ ഒരു 27-ാം തീയതിയൊക്കെയായി മൺസൂൺ കേരളത്തിലേക്കും എത്തുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. എന്തായാലും വേനലായിട്ട് വലിയ ബുദ്ധിമുട്ടില്ലാതെ പോവുകയാണ്. സുഖകരമായ ഒരു കാലാവസ്ഥയൊക്കെ, ഇടയ്ക്കിടയ്ക്ക് മഴയൊക്കെ പെയ്യുന്നുണ്ട്. അങ്ങനെ വലിയ കുഴപ്പമില്ലാത്തൊരു കാലാവസ്ഥയാണ് ഇത്തവണ അനുഭവപ്പെടുന്നത്. അതിനിടയിലാണ് മൺസൂൺ ആൻഡമാൻ ദ്വീപുകളിൽ എത്തിച്ചേർന്ന വിവരം വരുന്നത്. വിശദാംശങ്ങൾ ഷംന നൽകും. ഷംന, ഇന്ന് ഏതൊക്കെ ജില്ലകളിലാണ് യെല്ലോ അലർട്ട്, എന്തൊക്കെയാണ് ശ്രദ്ധിക്കേണ്ടത്?
ശ്രീജ, ഇന്ന് 7 ജില്ലകളിൽ യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. പത്തനംതിട്ട, എറണാകുളം, ഇടുക്കി, പാലക്കാട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിലാണ് ഇന്ന് മുന്നറിയിപ്പുള്ളത്. ഒപ്പം തന്നെ വരും ദിവസങ്ങളിലും ശക്തമായ മഴയുണ്ടാകുമെന്ന് കൂടി പ്രവചനമുണ്ട്. ഇന്നലെ ഉച്ചയോടുകൂടിയാണ് ആൻഡമാൻ കടലുകളിൽ മൺസൂൺ എത്തിയത്. ഇത് 27-ാം തീയതിയോടുകൂടി കേരളത്തിൽ എത്തുമെന്നാണ് ഇപ്പോൾ മുന്നറിയിപ്പുള്ളത്. പതിവിലും കൂടുതൽ മഴ ഇത്തവണ ലഭിക്കുമെന്ന് കൂടി മുന്നറിയിപ്പ് നൽകുന്നുണ്ട് അധികൃതർ. അതായത് കഴിഞ്ഞ സമീപത്തെ ഒരു 4 വർഷങ്ങളെ അപേക്ഷിച്ച് കൂടുതൽ മഴയായിരിക്കും ഇത്തവണ എന്ന മുന്നറിയിപ്പുണ്ട്. എന്തായാലും വരും ദിവസങ്ങളിൽ ഈ മൺസൂൺ 27-ാം തീയതി കേരളത്തിലെത്തും. അതിന് മുന്നോടിയായി തന്നെ കേരളത്തിൽ വ്യാപകമായ മഴയുണ്ടാകും. വിവിധ ജില്ലകളിൽ മുന്നറിയിപ്പുകൾ നൽകുമെന്ന് കൂടി ഇപ്പോൾ അധികൃതർ അറിയിച്ചിട്ടുണ്ട്. ശ്രീജ. ശരി, ഷംനയാണ് വിവരങ്ങൾ നൽകിയത് ന്യൂസ് ഡെസ്കിൽ നിന്ന്. കോഴിക്കോട് താമരശ്ശേരിയിൽ ലഹരിക്കടിമയായ ഭർത്താവ് ക്രൂരമായി മർദ്ദിച്ചെന്ന പരാതി. അർദ്ധരാത്രി വീട് വിട്ടോടിയ യുവതിയെയും മകളെയും നാട്ടുകാർ ആശുപത്രിയിൽ എത്തിച്ചു. വീടിനകത്ത് വെച്ച് മർദ്ദിച്ചു, ശേഷം വെട്ടിക്കൊല്ലുമെന്ന് പറഞ്ഞു. കൊടുവാളുമായി വീട് ചുറ്റും ഓടിച്ചെന്നും തടയാൻ ശ്രമിക്കുന്നതിനിടെ 8 വയസ്സുകാരിയായ മകൾക്കും ഭർത്തൃമാതാവിനും പരിക്കേറ്റെന്നും ഈ സ്ത്രീയുടെ പരാതിയിൽ പറയുന്നു. ഞാൻ മോളെയും കൊണ്ട് മൂക്ക് തേനീച്ച കുത്തിയിട്ട് ഹോസ്പിറ്റലിലായിരുന്നു. കോളേജിലെ ഐസിയുലൊക്കെ കടന്നും കണ്ട് 4 ദിവസമായി. ഡിസ്ചാർജ് ചെയ്തും കണ്ട് പുരയ്ക്ക് പോയതായിരുന്നു. പുരേ പോയി കണ്ടിട്ട് മാപ്പിള വന്നും കണ്ട് തുടങ്ങി കച്ചറ. അത് കഴിഞ്ഞും കണ്ടിട്ട് നല്ലോണം എന്നെ മർദ്ദിച്ച് കൊല്ലുമെന്ന് പറഞ്ഞു തന്നെ മർദ്ദിച്ചതാ. കൊടുവാളും കൊണ്ട് എൻ്റെ വൈത്താരോട് ഞാൻ എൻ്റെ മോളെയും കൊണ്ട് ഓടി രക്ഷപ്പെടാൻ വേണ്ടിയിട്ടല്ല, എൻ്റെ മോളെയും കൊണ്ട് ആ വണ്ടീൻ്റെ മുന്നിൽ ചാടാൻ വേണ്ടിയിട്ട് പോയതാ. അങ്ങനെ കുറച്ച് നാട്ടുകാർ കണ്ട് പിടിച്ച് വലിച്ച് കൊണ്ടുപോയതാ. എൻ്റെ കല്യാണം കഴിഞ്ഞേ ഉണ്ട്. അന്നൊക്കെ ക്ഷമിച്ച് നിന്നും കണ്ടിട്ട് നന്നായി കഴിക്കുക വിചാരിച്ച്. ഇപ്പോൾ നല്ലോണം അടിക്കലല്ല കത്തി അരിയത്ത് വെച്ച് കടക്കല കുത്തൊന്നും പറഞ്ഞു കണ്ടിട്ട്. നല്ലോണം മദ്യപിക്കും. വേറെ എന്തെങ്കിലും ലഹരിയൊക്കെ ഉപയോഗിക്കണ്ട. ചുണ്ടിൻ്റെ അടിയിലൊക്കെ വെക്കലുണ്ട്. എന്തോ ഒരു പാക്കറ്റൊക്കെ കാണുന്നുണ്ട്. ഇല്ല എനിക്ക് പോകുന്ന സമയത്തായാലും മോക്ക് പറ്റി പോകുമ്പോഴായാലും വണ്ടിക്കൂലി തന്നില്ല, 1 ഉറുപ്പ്യം തന്നില്ല. വിളിച്ചും കാണിട്ട് എൻ്റെ കയ്യിൽ എന്താ 10 ഉറുപ്പ്യ ഉണ്ടോ ചോദിച്ചിട്ടുമില്ല, വന്നിട്ടുമില്ല. മോക്ക് പിന്നെ പിടിച്ചപ്പോൾ ഒക്കെ സങ്കടമായിട്ടേ എന്നെ വന്ന് പിടിക്കാൻ നോക്കിയപ്പോൾ ഓളെ ചുമരിനിട്ട് കുത്തിക്ക് തള്ളിയിട്ടേക്ക്. ഉമ്മാക്ക് എല്ലാം കിട്ടിയേക്ക്. ഉമ്മാനെ പിടിച്ച് ഉന്തിയും കൊല്ലാൻ നോക്കി ഉമ്മാൻ്റെ പുറകിലും കൊടുവാളെടുത്ത് ഓടിക്ക്. MS അനീഷ് കുമാർ വിവരങ്ങളുമായി. അനീഷ്, ഇയാളെയൊക്കെ നേരത്തെ തന്നെ കൈകാര്യം ചെയ്യേണ്ടതായിരുന്നു, പോലീസും നിയമവും ഒക്കെ. ഇപ്പോൾ ഇതാ ലഹരിയുടെ ആധിക്യത്തിൽ ക്രൂരമായി മർദ്ദിച്ച് വയസ്സായ അമ്മ, ഭാര്യ, ചെറിയ മകൾ ഇവരെയൊക്കെ ഉപദ്രവിച്ചു എന്നാണ് പറയുന്നത്. ഇവർ പോലീസിൽ പരാതി നൽകിയോ? എന്തൊക്കെയാണ് വിവരങ്ങൾ? ശ്രീജ, നിരന്തരമായി ഇത്തരം ലഹരിക്കടിമയായ ആളുകളുടെ വൈകൃതങ്ങളെ കുറിച്ചുള്ള വാർത്തകൾ തന്നെയാണ് താമരശ്ശേരിയിൽ നിന്നും കുറച്ച് നാളുകളായി തന്നെ നമ്മൾ നൽകിക്കൊണ്ടിരിക്കുന്നത്. ഇതിന്റെ ഏറ്റവും ഒടുവിലുള്ള ഒരു സംഭവമായി തന്നെ പറയാം. ഈ അമ്പായത്തോട് സ്വദേശിയായ നസ്രിക്കും മകൾക്കും ഭർത്താവിൽ നിന്നും ഏൽക്കേണ്ടി വന്നിരിക്കുന്ന ക്രൂരമായ പീഡനങ്ങളിൽ ഭർത്താവ് നൌഷാദ് ലഹരിക്ക് അടിമയായിരുന്നു. നിരന്തരമായി വീട്ടിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു എന്ന് നാട്ടുകാരും സാക്ഷ്യപ്പെടുത്തുന്നു. ഏറ്റവും ഒടുവിലാണ് ഇന്നലെ രാത്രി ലഹരിക്ക് അടിമയായി അങ്ങേയറ്റം പ്രകോപിതനായി നൌഷാദ് വീട്ടിലെത്തിയത്. ഇതേ തുടർന്ന് വീടിനകത്ത് വെച്ചും പുറത്തു വെച്ചും നെസ്റ്റയ്ക്ക് ക്രൂരമായ ശാരീരികമായ പീഡനങ്ങൾ ഏൽക്കേണ്ടി വന്നു. ഇതേ തുടർന്ന് തടയാനായി എത്തിയതാണ് മകളെയും മർദ്ദിക്കുന്ന സാഹചര്യമുണ്ടായി. പിന്നീട് ഈ ഭർത്തൃമാതാവ്, അതായത് ഈ നസ്റ്റയുടെ അമ്മയും ഈ മകളെ മർദ്ദിക്കുന്നത് തടയാനെത്തിയപ്പോൾ അവരെയും ക്രൂരമായി മർദ്ദിക്കുന്ന ഒരു സാഹചര്യമോ ആണ് ഉണ്ടായത്. വീടിനകത്ത് വെച്ചും പുറത്തു വെച്ചും ഒക്കെ ക്രൂരമായി ഇവരെ മർദ്ദിച്ചിരുന്നു. ഇതിനുശേഷം ഈ വെട്ടിക്കൊല്ലുന്ന ഭീഷണിപ്പെടുത്തി കൊടുവാളുമായി വീടിന് ചുറ്റും അമ്മയും മക്കളെയും ഓടിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായി. ഇതിനുശേഷം ഇവരവിടെ നിന്നും പ്രാണരക്ഷാർത്ഥം ഓടി പുറത്തേക്ക് പോവുകയും ഒരു വാഹനത്തിന് മുന്നിൽ ചാടുകയുമായിരുന്നു. ഈ തുടർന്നാണ് നാട്ടുകാർ ഇടപെടുകയും പിന്നീട് ഇവരെ ആശുപത്രിയിലേക്ക് കൊണ്ടുപോവുകയും ചെയ്തത്. എന്തായാലും ഇത്രയധികം ക്രൂരതകൾ ഏൽക്കേണ്ടി വന്ന സാഹചര്യത്തിൽ ജീവനൊടുക്കുക എന്ന ലക്ഷ്യത്തോടു കൂടി തന്നെയാണ് താൻ വാഹനത്തിന് മുന്നിൽ ചാടിയതെന്നും സഷ്മ പറയുന്നുമുണ്ട്. എന്തായാലും പോലീസിൽ പരാതി നൽകിയിട്ടുണ്ട്. അവരെ ഇന്നലെ രാത്രി തന്നെ ഇവരുടെ മൊഴി രേഖപ്പെടുത്തി ഇയാളെ കസ്റ്റഡിയിൽ എടുക്കുന്ന നടപടികളുമായി മുന്നോട്ട് പോവുകയാണ്. ശ്രീജ. ശരി, MS അനീഷ് കുമാറാണ് വിവരങ്ങൾ നൽകിയത്. രാജ്യത്തിന്റെ 52ാമത് ചീഫ് ജസ്റ്റിസായി ജസ്റ്റിസ് BR ഗവായ് ഇന്ന് ചുമതലയേൽക്കും.
രാഷ്ട്രപതി ഭവനിൽ രാവിലെ 11 മണിക്ക് നടക്കുന്ന ചടങ്ങിൽ രാഷ്ട്രപതി ദ്രൗപദി മുർമുവാണ് പുതിയ ചീഫ് ജസ്റ്റിസിന് സത്യവാചകം ചൊല്ലിക്കൊടുക്കുക. ഇലക്ട്രൽ ബോണ്ട് കേസ്, ബുൾഡോസർ രാജിനെതിരായ വിധി എന്നിവയടക്കം സുപ്രധാന വിധിന്യായങ്ങളിലൂടെ ശ്രദ്ധേയനായ ജസ്റ്റിസ് ഗവായ് മുൻ കേരള ഗവർണറായിരുന്ന RS ഗവായുടെ മകനാണ്. ജസ്റ്റിസ് KG ബാലകൃഷ്ണന് ശേഷം ദളിത് വിഭാഗത്തിൽ നിന്ന് ഇന്ത്യയുടെ ചീഫ് ജസ്റ്റിസ് ആവുന്ന രണ്ടാമത്തെ ന്യായാധിപൻ കൂടിയാണ് അദ്ദേഹം. ഈ വർഷം നവംബർ 23 വരെ ജസ്റ്റിസ് PR ഗവായ് ചീഫ് ജസ്റ്റിസായി തുടരും. പശ്ചിമേഷ്യ സന്ദർശനത്തിന്റെ ഭാഗമായി ചൊവ്വാഴ്ച സൗദി അറേബ്യയിലെ റിയാദിലെത്തിയ US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് $14,200 കോടി ആയുധ കരാറിൽ ഒപ്പിട്ടു. ചരിത്രത്തിലെ ഏറ്റവും വലിയ ആയുധ ഇടപാടെന്നാണ് കരാറിനെ വൈറ്റ് ഹൌസ് വിശേഷിപ്പിച്ചത്. സൗദി കിരീടാവകാശി മുഹമ്മദ് ബിൻ സൽമാനുമായുള്ള ചർച്ചയ്ക്ക് ശേഷമാണ് ഇരു നേതാക്കളും കരാറിലെത്തിയത്. ഇതോടെ യുദ്ധമുഖത്ത് ഉപയോഗിക്കാവുന്ന അത്യാധുനിക ശേഷിയുള്ള ആയുധങ്ങളും സൈനികോപകരണങ്ങളും സാങ്കേതികവിദ്യയും അമേരിക്ക സൗദിക്ക് കൈമാറും. സിറിയയ്ക്ക് മേലുള്ള ഉപരോധങ്ങൾ പിൻവലിക്കുമെന്ന് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പറഞ്ഞു. സമാധാനത്തിലേക്ക് നീങ്ങാൻ ഒരു അവസരം എന്ന നിലയിലാണ് ഇതെന്നും ട്രംപ് കൂട്ടിച്ചേർത്തു. സിറിയൻ പ്രസിഡന്റ് അഹമ്മദ് അൽ ഷറായുമായി ട്രംപ് ഇന്ന് കൂടിക്കാഴ്ച നടത്തും. വിമത നേതാവായിരുന്ന അൽ ഷറ ബഷാർ അസദിനെ അട്ടിമറിച്ചാണ് അധികാരമേറ്റത്. In Syria, which has seen so much misery and death, there is a new government that will hopefully succeed in stabilizing the country and keeping peace. That's what we want to see in Syria. They've had their share of travesty, war, killing, many years. That's why my administration has already taken the first steps toward restoring normal relations between the United States and Syria for the first time in more than a decade. And also with President Erdogan of Turkey, who called me the other day and asked for a very similar thing, among others, and friends of mine, people that I have a lot of respect for in the Middle East. I will be ordering the cessation of sanctions against Syria in order to give them a chance at greatness. ഇറാൻ പുതിയൊരു പാത സ്വീകരിക്കണമെന്നും ടെഹ്റാനുമായുള്ള സംഘർഷം ഒഴിവാക്കാൻ ആഗ്രഹിക്കുന്നുവെന്നും ട്രംപ് പറഞ്ഞു. Yet I'm here today not merely to condemn the past chaos of Iran's leaders, but to offer them a new path and a much better path toward a far better and more hopeful future. As I've shown repeatedly, I am willing to end past conflicts and forge new partnerships for a better and more stable world, even if our differences may be very profound, which obviously they are in the case of Iran. I have never believed in having permanent enemies. I am different than a lot of people think. I don't like permanent enemies, but sometimes you need enemies to do the job, and you have to do it right. Enemies get you motivated. In fact, some of the closest friends of the United States of America are nations we fought wars against in generations past, and now they're our friends and our allies. I want to make a deal with Iran. If I can make a deal with Iran, I'll be very happy if we're going to make your region and the world a safer place. But if Iran's leadership rejects this olive branch and continues to attack their neighbors, then we will have no choice but to inflict massive maximum pressure, drive Iranian oil exports to zero like I did before. If you know that, they were a virtually bankrupt country because of what I did. They had no money for terror, they had no money for Hamas or Hezbollah, and take all action required to stop the regime from ever having a nuclear weapon. Iran will never have a nuclear weapon. അതേസമയം കാനഡയിൽ പ്രധാനമന്ത്രി മാർക്ക് കാർണി പുറത്തിറക്കിയ സമ്പൂർണ്ണ മന്ത്രിസഭാ പുനഃസംഘടന പൂർത്തിയായി. മന്ത്രിസഭയിലെ 28 ക്യാബിനറ്റ് മന്ത്രിമാരിൽ 24 പേരും പുതുമുഖങ്ങളാണ്. അതിൽ ഇന്ത്യൻ വംശജയായ അനിത ആനന്ദ് കൂടി ഉൾപ്പെടുന്നു. അനിത ആനന്ദ് വിദേശകാര്യ മന്ത്രാലയമാണ് നോക്കുന്നത്. മന്ത്രിസഭ രൂപീകൃതമായതിന് പിന്നാലെ ആദ്യ മന്ത്രിസഭാ യോഗം ഇന്ന് നടക്കും. വിവരങ്ങളുമായി ആയിഷത്തുൽ ഷംന ന്യൂസ് ഡെസ്കിൽ നിന്ന്. ഷംന, വിപ്ലവകരമായ ഒരു മാറ്റം, 28 പേരിൽ 24 പേരും പുതിയവർ, പുതുമുഖങ്ങളുമായ ഒരു ക്യാബിനറ്റ്. അതിൽ ഇന്ത്യക്ക് അഭിമാനിക്കാം. അനിത ആനന്ദ് അവിടെ പ്രധാനമന്ത്രി സ്ഥാനത്തേക്ക് അടക്കം പരിഗണിച്ചിരുന്ന പേരാണ്. അനിത ആനന്ദ് വിദേശകാര്യമന്ത്രിയായും ചുമതലയേൽക്കുന്നുണ്ട്. എന്തൊക്കെയാണ് വിവരങ്ങൾ?
ശ്രീജ 28 മന്ത്രിമാരും ഒപ്പം 10 സ്റ്റേറ്റ് സെക്രട്ടറിമാരും അങ്ങനെ 38 അംഗ മന്ത്രിസഭയാണ് ഇപ്പോൾ പുതുതായി രൂപീകരിച്ചിരിക്കുന്നത്. ഇതിൽ 24 മന്ത്രിമാരും പുതുമുഖങ്ങളാണ് എന്നതാണ് ഏറ്റവും ശ്രദ്ധേയമായ കാര്യം. കാരണം മാർക്ക് കാർണി കഴിഞ്ഞ ദിവസം പറഞ്ഞത് ഇങ്ങനെയാണ്, പൂർണ്ണമായി ഒരു പുനർസംഘടന എന്നാണ്. അത് അക്ഷരാർത്ഥത്തിൽ സാധ്യമാകുന്നു എന്നതാണ് ഈ 24 പുതുമുഖങ്ങളെ കൊണ്ട് അർത്ഥമാക്കുന്നതും. എന്തായാലും ഇന്ന് ആദ്യ മന്ത്രിസഭാ യോഗം ചേരും. ഇന്നലെ വൈകിട്ട് മാർക്ക് കാർണി പുതിയ ടീമിനെ പരിചയപ്പെടുത്തിക്കൊണ്ട് ട്വീറ്റ് ചെയ്തിരുന്നു. അതിൽ ഇതാണ് പുതിയ ടീം, കാര്യങ്ങൾ കൃത്യമായി ഇനി നയിക്കും. ഒപ്പം തന്നെ ഈ താരിഫ് നയങ്ങളിലടക്കം കൃത്യമായ ഒരു നിലപാടുണ്ടാകും. ഇനി നമുക്കറിയാം, നേരത്തെ തന്നെ കാനഡയും US-ഉമായി താരിഫ് നയങ്ങളുമായി ബന്ധപ്പെട്ട് ഏറെ വിഷയങ്ങളൊക്കെ നിലനിന്നിരുന്നായിരുന്നു. ഈ കാനഡയുടെ ഭാഗത്ത് നിന്ന് വലിയ രീതിയിലുള്ള മറുപടിയൊക്കെ അമേരിക്കക്ക് കൊടുത്തതുമായിരുന്നു. എന്നാൽ അക്കാര്യങ്ങളിലടക്കം വളരെ പ്രധാനമായ ചില തീരുമാനങ്ങൾ എടുക്കും, ഗുണകരമായ ചില തീരുമാനങ്ങൾ എടുക്കുമെന്ന് കൂടി അറിയിച്ചിട്ടുണ്ട്. ഒപ്പം തന്നെ ഒരുമിച്ച് കാര്യങ്ങൾ ഇനി മുന്നോട്ട് പോകും. ഇങ്ങനെയാണ് ആ ട്വീറ്റ്. ഞങ്ങൾ യുണൈറ്റഡ് സ്റ്റേറ്റുമായി ഒരു പുതിയ സാമ്പത്തിക സുരക്ഷാ ബന്ധം സ്ഥാപിക്കുമെന്നാണ് അതിൽ ട്വീറ്റിൽ മാർക്ക് കാർണി പറഞ്ഞിരിക്കുന്നത്. ഒപ്പം തന്നെ ഈ മറ്റ് രാജ്യങ്ങളുമായും ഒരു നല്ല ബന്ധം കെട്ടിപ്പടുക്കുമെന്ന് കൂടി ട്വീറ്റ് ചെയ്തിട്ടുണ്ട് മാർക്ക് കാർണി. ഒപ്പം ഇന്ത്യയെ സംബന്ധിച്ച് ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു തീരുമാനമായി കാണേണ്ടിയിരിക്കുന്നു. കാരണം ഇന്ത്യൻ വംശജയായ ഒരാൾ കൂടി മന്ത്രിസഭയിൽ എത്തുന്നു. നേരത്തെ ട്രൂഡോയുടെ ഭരണകാലത്ത് വളരെ മോശമായ ഒരു ബന്ധമായിരുന്നു ഇന്ത്യയും കാനഡയും തമ്മിൽ. എന്നാൽ ഈ മാർക്ക് കാർണി വരുമ്പോൾ അത് അങ്ങനെയല്ല. ഇന്ത്യയെ സംബന്ധിച്ച് അത് കുറച്ചുകൂടി ഗുണകരമാകുമെന്നാണ് വിലയിരുത്തൽ. ഇന്ത്യൻ വംശജയായ ഒരാൾ കൂടി മന്ത്രിസഭയിൽ ഉണ്ടായിരിക്കെ വരും ദിവസങ്ങളിൽ ഇന്ത്യയെ സംബന്ധിച്ച് കൂടുതൽ ഈ കാനഡയുമായുള്ള ബന്ധം ശക്തിപ്പെടുത്താനും ദൃഢമാക്കാനും അത് സഹായിക്കുമെന്ന് കൂടി വിലയിരുത്തലുണ്ട്. ഒപ്പം ഈ തൊഴിലവസരങ്ങളിൽ അതുപോലെ സ്റ്റുഡൻസ് വിസ, കാനഡയിലേക്കുള്ള സ്റ്റുഡൻസ് വിസ, ഇതുമായൊക്കെ ബന്ധപ്പെട്ട് ഇന്ത്യക്ക് ഗുണകരമായ ചില തീരുമാനങ്ങൾ ഉണ്ടാകുമെന്ന് കൂടിയാണ് വിലയിരുത്തൽ. ശ്രീജ. ശരി, ആയിഷത്തുൽ ഷംനയാണ് വിവരങ്ങൾ നൽകിയത് ന്യൂസ് ഡെസ്കിൽ നിന്ന്. റാപ്പർ വേടനെതിരെ അധിക്ഷേപ പരാമർശങ്ങളുമായി RSS സൈദ്ധാന്തികൻ NR മധു. വേടന്റെ പാട്ട് ജാതി ഭീകരവാദവും വിഘടനവാദവും പ്രചരിപ്പിക്കുന്നതും വരുന്ന തലമുറയുടെ മനസ്സിൽ വിഷം കുത്തിവെക്കുന്നതുമാണ്. വേടനെ സ്പോൺസർ ചെയ്യുന്നത് വിഘടനവാദികളാണെന്ന് ശക്തമായി അറിയാം. വേടനെ പാട്ടുമായി നാലമ്പലങ്ങളിലേക്ക് കടക്കുന്നത് ചെറുക്കണമെന്നും കേസരി വാരികയുടെ പത്രാധിപർ കൂടിയായ മധു പറഞ്ഞു. വേടനോട് എനിക്ക് വ്യക്തിപരമായ വിരോധമൊന്നുമില്ല. പക്ഷേ വേടന്റെ പാട്ട് എന്ന് പറയുന്നത് ജാതി ഭീകരവാദം പ്രചരിപ്പിക്കുന്ന, വിഘടനവാദം പ്രചരിപ്പിക്കുന്ന സാഹിത്യത്തെ നമ്മുടെ വളർന്നു വരുന്ന തലമുറയിലെ മനസ്സിലേക്ക് വിഷം കുത്തിവെക്കുന്ന കലാഭാസമായി അങ്ങനെ അരങ്ങുവാഴുകയാണ്. വേടൻ എന്ന് പറയുന്ന കലാകാരന്റെ പിന്നിൽ ശക്തമായ സ്പോൺസർ ശക്തികളുണ്ട്. സൂക്ഷ്മമായി പഠിച്ചാൽ അത് ഈ രാജ്യത്തിൻ്റെ വിഘടനം സ്വപ്നം കണ്ട് കഴിയുന്ന തമോമയ ശക്തികൾ അയാളുടെ പിന്നിലുണ്ട് എന്ന് കൃത്യമാണ്. അത്തരം കലാഭാസങ്ങൾ നമ്മളുടെ നാലമ്പലങ്ങളിലേക്ക് കടന്നു വരുന്നതിനെ ചെറുത്തു തോൽപ്പിക്കാൻ നമുക്ക് കഴിയേണ്ടതാണ്. വിവരങ്ങളുമായി MG രേണുക. രേണു, NR മധു ഒരു സാധാരണ നേതാവല്ല, സൈദ്ധാന്തികനാണ്, കേസരിയുടെ പത്രാധിപരാണ്. അങ്ങനെ ഒരാൾ നവോത്ഥാനം ചില സ്ഥലങ്ങളിൽ വഴി പിഴച്ചു പോകുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ക്ഷേത്രങ്ങളിലേക്ക് കടത്തരുത് പറയുന്നത് വർഗീയതയാണെന്നൊക്കെ പറയുമ്പോൾ അതിൽ ഗുരുതരമായ ആരോപണങ്ങളാണ് ഉന്നയിക്കുന്നത്. ക്ഷേത്ര പരിപാടിയിലാണ് ആവേശം ഉണ്ടാക്കാനൊക്കെ ആയിരിക്കും പറയുന്നതെങ്കിൽ പോലും ആ പറഞ്ഞത് എത്രത്തോളം ഗൗരവമുള്ള കാര്യങ്ങളാണ്? തീർച്ചയായും ശ്രീജ, രണ്ട് വിവാദ പരാമർശങ്ങളാണ് RSS മുഖപത്രത്തിന്റെ പത്രാധിപർ കൂടിയായ NR മധുവിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായിരിക്കുന്നത്. അതിൽ ഒന്ന് ഏറ്റവും പ്രധാനപ്പെട്ടതും വേടനെതിരായ പരാമർശമാണ്. അത് വേടന് പിന്നിൽ രാജ്യത്തിൻ്റെ വിഘടനം സ്വപ്നം കാണുന്ന സ്പോൺസർമാരുണ്ട്. വേടൻ്റെ പാട്ടുകൾ എന്ന് പറയുന്നത് ഈ ജാതി ഭീകരത പറയുന്ന, ജാതി ഭീകരവാദം പ്രചരിപ്പിക്കുന്നതാണ് എന്ന കാര്യമാണ് ഈ NR മധു പറഞ്ഞിരിക്കുന്നത്. വ്യക്തമായി അദ്ദേഹത്തിൻ്റെ വാക്കുകൾ ഇങ്ങനെയാണ്: വേടനോട് എനിക്ക് വ്യക്തിപരമായ വിരോധമൊന്നുമില്ല, പക്ഷേ വേടൻ്റെ പാട്ട് ജാതി ഭീകരവാദം പ്രചരിപ്പിക്കുന്നു, വിഘടനവാദം പ്രചരിപ്പിക്കുന്നു, ഒപ്പം തന്നെ വളർന്നു വരുന്ന തലമുറയുടെ മനസ്സിലേക്ക് വിഷം കുത്തിവെക്കുന്ന കലാഭാസമായി അത് അരങ്ങ് വാഴുന്നു എന്നതാണ് പറയുന്നത്. വേടൻ എന്ന കലാകാരന് പിന്നിൽ ശക്തമായ സ്പോൺസർ ശക്തികളുണ്ട്. സൂക്ഷ്മമായി നോക്കിയാൽ അത്
പറയുന്നത് രാജ്യത്തിൻ്റെ വിഘടനം സ്വപ്നം കണ്ടു കഴിയുന്ന ശക്തികളാണ് എന്ന ഒരു കാര്യം കൂടിയാണ് പറയുന്നത്. അത് നാലമ്പലങ്ങളിലേക്ക് കടന്നു വരുന്നതിനെ ചെറുക്കണം എന്ന ഒരു കാര്യം കൂടിയാണ് പറയുന്നത്. ചില സ്ഥലങ്ങളിലെങ്കിലും നവോത്ഥാനം വഴിപിഴച്ചു പോകുന്നു എന്ന് ചൂണ്ടിക്കാട്ടുന്നുമുണ്ട്. നമുക്കറിയാം വേടൻ്റെ വിഷയത്തിൽ പലതരത്തിലുള്ള അഭിപ്രായ പ്രകടനങ്ങൾ ഉണ്ടായിട്ടുള്ളതാണ്. അപ്പോഴൊന്നും തന്നെ വേടൻ പറയുന്ന രാഷ്ട്രീയത്തെ, വേടൻ്റെ കലാരൂപത്തെ ഒന്നും ആരും തള്ളിപ്പറഞ്ഞിട്ടില്ല എന്നതുകൂടി നമ്മൾ കാണണം. വേടൻ ചെയ്ത തെറ്റ് എന്താണോ അതിനെയാണ് എല്ലാവരും വിമർശിച്ചിരുന്നത്. പക്ഷേ അവിടെയാണ് NR മധുവിൻ്റെ ഭാഗത്തു നിന്നും ഈ രീതിയിൽ അത് ജാതി ഭീകരവാദമാണ് എന്നും അതിന് പിന്നിൽ സ്പോൺസർ ഉണ്ട് എന്നും അത് രാജ്യത്തിൻ്റെ വിഘടനം സ്വപ്നം കാണുന്ന സ്പോൺസർമാരാണ് എന്നുമൊക്കെയുള്ള ഗുരുതരമായിട്ടുള്ള തരത്തിലുള്ള വിമർശനം അല്ലെങ്കിൽ വിവാദമായിട്ടുള്ള പ്രസ്താവന ഉണ്ടാകുന്നത്. മറ്റൊന്ന് വേദിയിൽ പറഞ്ഞത് ഭക്ഷണത്തെക്കുറിച്ചാണ്. അത് രാത്രികാല ഭക്ഷണങ്ങളെ കുറിച്ച് പറഞ്ഞു വന്നിട്ട് അത് നമ്മളുടെ തെരുവുകൾ ഇപ്പോൾ ശ്മശാന ഭൂമിയായി മാറിയിരിക്കുകയാണ്. ശ്മശാനത്തിലൂടെ നടക്കുന്നത് പോലാണ് നമ്മളുടെ തെരുവിലൂടെ നടക്കേണ്ടത്. കഴിക്കുന്നത് ശവമാണ് എന്നാണ് പറഞ്ഞു തുടങ്ങുന്നത്. കരിഞ്ഞ മാംസത്തിൻ്റെ ഗന്ധമാണ് എവിടെയും ഉള്ളത്. അത് ഷവർമയെക്കുറിച്ചാണ് പറയുന്നത്. ഷവർമ കഴിച്ച് അനേകം പേർ മരിച്ചിട്ടുണ്ട്. അത് കഴിച്ച് മരിക്കുന്നവരിൽ അത് ചില പേരുകൾ പറഞ്ഞിട്ട് രണ്ട് സമുദായങ്ങളുടെ, മുസ്ലിം ക്രിസ്ത്യൻ സമുദായങ്ങളിൽ പെടുന്ന ചില പേരുകൾ ഉദ്ധരിച്ചുകൊണ്ട് അവരാരും മരിക്കുന്നില്ല, മരിക്കുന്നത് വർമ്മയാണ്. അതുകൊണ്ടാണ് ശവവർമ്മ എന്ന പേരാണ് അതിനിട്ടിരിക്കുന്നത് എന്ന തരത്തിലുള്ള വിമർശനം കൂടി നടത്തുന്നത്. ഇതൊക്കെ പോയി തിന്ന് ചാകുന്നവൻ്റെ പേര് ഹിന്ദുവാണ് എന്നാണ് പറഞ്ഞു വെക്കുന്നത്. അങ്ങനെ രണ്ട് വിവാദമാകുന്ന വിദ്വേഷം വളർത്തുന്ന തരത്തിലുള്ള പരാമർശങ്ങളാണ് ഈ NR മധുവിൽ നിന്നും ഉണ്ടായിരിക്കുന്നത്. ഒന്ന് വേടനെതിരെ അതിഗുരുതരമായിട്ടുള്ള പരാമർശങ്ങൾ അടങ്ങിയത്, മറ്റൊന്ന് ഭക്ഷണത്തിൻ്റെ പേരിൽ നടത്തിയിട്ടുള്ള ഈ പരാമർശവും. ശരി, നമുക്ക് NR മധുവിൻ്റെ വാക്കുകൾ കേൾക്കാം. തോന്നണമെന്നുണ്ടെങ്കിൽ അറേബ്യൻ ഫുഡ് കഴിക്കണം. ഇന്ന് രാത്രി ഭക്ഷണത്തിന്റെ കാലമാണ്. നഗരങ്ങളിൽ മാത്രമല്ല ഗ്രാമങ്ങളിൽ പോലും പാതിരാത്രി ഭക്ഷണം കഴിക്കുന്നവരാണ് ഉള്ളത്. അതൊക്കെ ഏത് ഭക്ഷണമാണ്? ആ ഭക്ഷണങ്ങളുടെ ഒന്നും പേര് നമുക്ക് ഇവിടെ ഇപ്പോൾ ഓർത്തെടുക്കാൻ പോലും പറ്റില്ല. കരിഞ്ഞ മാംസത്തിന്റെ ഗന്ധം, മാംസം കഴിക്കുന്നത് തെറ്റാണെന്നൊന്നും ഞാൻ പറയുന്നില്ല കേട്ടോ. പക്ഷേ കരിഞ്ഞ മാംസത്തിൻ്റെ ഗന്ധം, രൂക്ഷമായ തീഷ്ണമായ ഗന്ധം നമ്മളുടെ നാസാദ്വാരങ്ങളെ തുളച്ചുകൊണ്ട് കടന്നു പോകുന്നു. നമ്മുടെ തെരുവുകളിലൂടെ സഞ്ചരിക്കുമ്പോൾ ഒരു ശ്മശാനത്തിലൂടെ കടന്നു പോകുന്ന പ്രതീതിയാണ് ഇന്ന് നമ്മുടെ കേരളത്തിലെ തെരുവിലൂടെ വൈകുന്നേരം സഞ്ചരിച്ചാലുള്ളത്. അവിടെ നമ്മൾ ശവവർമ്മയാണ് കഴിക്കുന്നത്. ചിലരതിന് ഷവർമ്മ എന്ന് പറയുന്നുണ്ട്. കഴിക്കുന്നത് വർമ്മയാണ്, കഴിക്കുന്നത് ശവമാണ്. അതുകൊണ്ടാണ് അതിന് ശവവർമ്മ എന്ന് പേര്. കേരളത്തിൽ ഷവർമ്മ കഴിച്ച് അനേകം പേര് മരിച്ചു. അതിലൊരു മുഹമ്മദ് ഇല്ല, അതിലൊരു ആയിഷ ഇല്ല, അതിലൊരു തോമസ് ഇല്ല, പക്ഷെ അതിൽ വർമ്മയുണ്ടായിരുന്നു. അതുകൊണ്ടായിരിക്കും ഒരുപക്ഷെ അത് ഷവർമ്മയായത്. ഈ ആക്രാന്തം മൂത്ത് ഭണ്ഡാരമടങ്ങാൻ ഇത് പോയി തിന്നു ചാകുന്നവന്റെ പേര് ഹിന്ദു എന്നാണ്. ആരും നിർബന്ധിച്ച് കഴിപ്പിക്കാറില്ല എന്ന വാസ്തവം നിലനിൽക്കുമ്പോഴാണ് ഇത്തരത്തിലുള്ള പ്രകോപനപരമായ പരാമർശങ്ങൾ ഉണ്ടാവുന്നത് എന്നതാണ് ശ്രദ്ധേയം. RSS സൈദ്ധാന്തികനാണ്, കേസരി വാരികയുടെ പത്രാധിപരാണ്. അദ്ദേഹത്തിൻ്റെ ഭാഗത്തു നിന്നാണ് ഇങ്ങനെയുള്ള പരാമർശങ്ങളൊക്കെ ഉണ്ടായിട്ടുള്ളത്. ഇതുമായി മറ്റൊരു വാർത്തയിലേക്ക് പോവുകയാണ്. INS വിക്രാന്തിന്റെ ലൊക്കേഷൻ തേടിയുള്ള ഫോൺ വിളി കേസിൽ പ്രതിയുടെ മാനസികാരോഗ്യ സർട്ടിഫിക്കറ്റിനെ കുറിച്ചുള്ള അന്വേഷണം നടക്കുകയാണ്. ഇപ്പോൾ ലഹരി വസ്തുക്കൾ ഉപയോഗിക്കുന്നത് മൂലമുള്ള മാനസിക പ്രശ്നങ്ങൾക്ക് ചികിത്സ തേടുന്ന വ്യക്തിയാണെന്ന മെഡിക്കൽ സർട്ടിഫിക്കറ്റാണ് ഇയാൾ ഹാജരാക്കിയിട്ടുള്ളത്. ഇത് നൽകിയ ഡോക്ടറുടെ മൊഴി രേഖപ്പെടുത്താനുള്ള നീക്കം അന്വേഷണ സംഘം തുടങ്ങി. പോലീസിന് പുറമെ കേന്ദ്ര ഏജൻസികളും ഇക്കാര്യത്തിൽ അന്വേഷണം നടത്തുന്നുണ്ട്. ഇനി നമ്മൾ സ്പെഷ്യൽ ഡിവിഷൻസിലേക്ക് പോവുകയാണ്. ആരൊക്കെയാണ് ഇന്ന് വളരെ സ്പെഷ്യലായി ഇന്നത്തെ ദിവസം ആഘോഷിക്കുന്നത് നോക്കാം. തിരുവനന്തപുരം പൗടിക്കോണത്തെ PS പ്രവീണയുടെ പിറന്നാളാണ് ഇന്ന്. ആശംസകളുമായി അച്ഛൻ പ്രവീണും അമ്മ സുമിയും, ഒപ്പം ഞങ്ങളൊക്കെയും ഹാപ്പി ബർത്ത്ഡേ പ്രവീണ. ഡൽഹി സ്വദേശികളായ അജേഷ് ഇന്ത്യാനയുടെയും ഡോക്ടർ രേഷ്മ അജേഷിന്റെയും രണ്ടാമത്തെ വിവാഹ വാർഷികമാണ് ഇന്ന്. വീട്ടുകാരും സുഹൃത്തുക്കളും ഒക്കെ ആശംസകൾ അറിയിക്കുന്നു. ഒപ്പം ഞങ്ങളുടെയും ഹൃദയം നിറഞ്ഞ ആനിവേഴ്സറി വിഷസ് അജേഷിനും രേഷ്മയ്ക്കും.
തൽക്കാലം വാർത്തകളൊക്കെ ഒന്ന് നിർത്തി നമ്മളൊരു ബ്രേക്ക് എടുക്കുന്നു. ബ്രേക്കിൽ നമുക്ക് കാണാം പോലീസ് പെട്രോൾ ടോം കുര്യാക്കോസ് ചേരും.